ഹലോ ഗൈസ്, വെൽക്കം ടു വരാൻ തെറീസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡെയിലി കറണ്ട് അഫയർ സെഷന് ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ എന്ത് ചെയ്യാം, ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. ഓക്കെ, ലോക്പാൽ. എല്ലാവർക്കും അറിയാം എന്താണ് ലോക്പാൽ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ആന്റി കറപ്ഷന് വേണ്ടിയുള്ള ഒരു ഓഫീസാണ് എന്ത്, ലോക്പാൽ. പക്ഷെ വാർത്ത വരാൻ കാരണം എന്താണ്? ലോക്പാലിലെ കേസുകളുടെ എണ്ണം എന്ത് ചെയ്തു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഗണ്യമായി കുറയുകയാണ് കേട്ടോ. ലോക്പാൽ വന്ന വർഷം, അതായത് 2019-20 ഫംഗ്ഷൻ ആയപ്പോൾ ഏകദേശം 2000 കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് 2022-23 ആയപ്പോൾ 233 ഇതിന്റെ അർത്ഥം അഴിമതി ഇല്ലെന്നോ അല്ലെങ്കിൽ ആൾക്കാർക്ക് പരാതി ഇല്ലെന്നോ അല്ല. പക്ഷേ ആൾക്കാർ പോകാൻ മടി, പിന്നെ എന്താ, ഡിലേ കാണും, പിന്നെ അവിടുത്തെ എന്താ ഓഫീസ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരിക്കും, അവർക്ക് എന്താ ജനങ്ങൾക്ക് അതിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കാണും. അപ്പൊ പല കാര്യങ്ങൾ കൊണ്ട് എന്തായിരിക്കും ലോക്പാലിന്റെ കേസുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ എന്തിനായിരിക്കും എന്തിന്റെ ഫംഗ്ഷനെ ആയിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ഡെമോക്രസി ആയിരിക്കും ഫൈനലായിട്ട് അഫക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ലോക്പാലിന്റെ എണ്ണം കുറഞ്ഞാൽ, കേസുകളുടെ എണ്ണം കുറഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും? കറപ്ഷൻ കൂടും. ആൾക്കാർക്ക് അത്രയുള്ള വിജിലന്റ് അല്ല സിറ്റിസൺസ്, അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, ഇനി ലോക്പാലും ലോകായുക്ത ആക്ട് 2013 നമ്മുടെ എന്താണ്, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന മൂവ്മെന്റ് കേട്ടിട്ടുണ്ട്. നമ്മുടെ അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, ബാബ രാംദേവ്, ഇവരൊക്കെ എന്താ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്നും പറഞ്ഞ ഒരു സമരം ഉണ്ടായിരുന്നു രാംലീല മൈതാനത്ത്. പണ്ട് ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അങ്ങാണ്ട് പഠിക്കും, 2011-12 സമയത്ത്. ഓക്കെ, അപ്പൊ അന്ന് എന്തായിരുന്നു ഈ കഥ പറയുന്നത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാ കേട്ടോ. ഇതൊന്നും ചോദിക്കത്തില്ല, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ഏത് വർഷമൊന്നും ചോദിക്കത്തില്ല. ചിലപ്പോൾ അതിന് നേതാക്കളെ ചോദിക്കുമായിരിക്കും. ഒന്ന് ഓർത്തു വെച്ചോ, അണ്ണാ ഹസാരെ, പിന്നെന്താ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ, നേരത്തെ എന്താണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന IRS ഓഫീസർ ആയിരുന്ന, അതേപോലെ IIT കാൺപൂരിൽ എങ്ങാണ്ട് പഠിച്ചത് അരവിന്ദ് കെജ്രിവാൾ, ഇവരൊക്കെയായിരുന്നു ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷന്റെ എന്ത് നേതാക്കന്മാർ. ഈ കഥ പറയുന്നത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അണ്ണാ ഹസാരെ കെജ്രിവാൾ ആയിരുന്നു ആ സമയത്ത് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ സമരം നയിച്ചത്. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, ലോക്പാലും ലോകായുക്തയും കൊണ്ടുവരാൻ. ഇന്ത്യക്ക് ഒരു ലോക്പാൽ ബില്ല് വേണം, ലോകായുക്ത ബില്ലും വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എന്ത് കൊണ്ടുവന്നത്, ഈ ബില്ല് കൊണ്ടുവന്നത് എന്താണ്. അപ്പൊ അതിന് എന്തായിരുന്നു റിസൾട്ട് ആയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്, ലോക്പാലും ലോകായുക്തയും കൊണ്ടുവരുന്നത്. അതെന്താണ്, പിന്നെ മൻമോഹൻ സിംഗ് സർക്കാരിന് താഴെ വീഴാനും 2014 ഇലക്ഷന് മോദി വരാനും ഒക്കെ ഒരു കാരണം കൂടെ ആയിരുന്നു. അണ്ണാ ഹസാരെ കെജ്രിവാൾ സമരം എന്താണ് നല്ല വിജയമായിരുന്നു ആ സമരം. കാരണം പിന്നെ ഗവൺമെന്റ് നിർബന്ധിതരായി, മൻമോഹൻ സിംഗ് പിന്നെ എന്ത് കൊണ്ടുവന്ന്, ലോക്പാലും ലോകായുക്തയും കൊണ്ടുവന്ന് കേട്ടോ. ഒരു കാര്യം, ലോക്പാൽ എന്ന് പറയുന്നത് എന്താണ്, കേന്ദ്രത്തിനും, ലോകായുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റിനുമാണ്. ഓരോ സ്റ്റേറ്റിനും എന്തുണ്ട്, സെപ്പറേറ്റ് ലോകായുക്ത ആക്ടും ഉണ്ട്. ഓരോ സെന്ററിന് ആരാണ് വിജിലന്റ്, സെന്റർ ആരാണ്, സെന്ററിന്റെ കറപ്ഷൻ നിയന്ത്രിക്കുന്ന ആരാണ്, ലോക്പാലാണ് കേട്ടല്ലോ. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 എന്ന് പറയുന്നത് എന്താണ്, ലോക്പാൽ കൊണ്ടുവന്നതാണ്. ഇനി ലോകായുക്ത കൊണ്ടുവരണമെന്ന് ആര് പറഞ്ഞു, സെന്റർ പറഞ്ഞു. അതുപോലെ സ്റ്റേറ്റുകൾക്ക് സെപ്പറേറ്റ് എന്തുണ്ട്, ലോകായുക്ത ആക്ട് ഉണ്ട്. അതുവഴിയാണ് ലോകായുക്തയെ നിയന്ത്രിക്കുന്നത്. ഇനി ഒരു കാര്യം, സ്റ്റേറ്റുകളുടെ എന്താണ് ലോകായുക്തക്ക് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ സ്റ്റേറ്റിൽ ലോകായുക്ത ആക്ട് ഉണ്ടല്ലോ, അത് മാറ്റിയാൽ മതി. ഈ സെന്റർ ഫുള്ള് മാറ്റണമെന്ന്, ഈ സെന്ററിലെ എന്താണ് ഫുള്ള് നിയമം മാറ്റണമെന്ന് നിർബന്ധമില്ല. ലോക്പാലിന് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഈ ആക്ട് അമെന്റ് ചെയ്യണം. പക്ഷെ സ്റ്റേറ്റിന്റെ ലോകായുക്ത, ഇപ്പൊ കേരളത്തിലെ ലോകായുക്തക്ക് അമെന്റ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ സ്റ്റേറ്റിന് എന്തുണ്ട്, സെപ്പറേറ്റ് ഒരു ലോകായുക്ത ആക്ട് ഉണ്ട്, അത് അമെന്റ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് എന്താണ്, ലോക്പാൽ അപ്പോൾ ഒരു ആക്ട് വഴി വന്നതായതുകൊണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മുടെ RBI, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ വിജിലൻസ് കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷണർ, അതേപോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആക്ട് വഴി വന്നതാണ് എന്ത്, ലോക്പാൽ. ഓക്കെ ആണല്ലോ. ലോക്പാലിന്റെ ഫംഗ്ഷൻ എന്താ, ഓംബുഡ്സ്മാൻ. നമ്മുടെ സ്വീഡനിലെ ഒരു വേർഡാണ് ഓംബുഡ്സ്മാൻ. എന്താണ്, കറപ്ഷനൊക്കെ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. അതിനാണ് സ്വീഡൻ, സ്കാൻഡിനേവിയൻ കൺട്രീസിലാണ് മെയിൻലി എന്തുള്ളത്, നമ്മുടെ ഓംബുഡ്സ്മാൻ ഉള്ളത്. അപ്പൊ അതിന് ഇന്ത്യയിൽ എന്തില്ല, ഓംബുഡ്സ്മാൻ എന്തില്ല, ഇതിനില്ല. ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ഓംബുഡ്സ്മാൻ ഇല്ല. ബാങ്കിനുണ്ട് കേട്ടോ, ബാങ്കിന് ഓംബുഡ്സ്മാൻ ഉണ്ട്. നമ്മുടെ എന്താ മിസ്റ്റർ മരുമകൻ സിനിമയില് ഭാഗ്യരാജ് എന്താ ഓംബുഡ്സ്മാൻ ആയിട്ടാണ് വരുന്നത്, ബാങ്കിനുണ്ട് ഓംബുഡ്സ്മാൻ കേട്ടോ. പക്ഷെ എന്തില്ല, എക്സിക്യൂട്ടീവ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവരുടെ എന്താണ് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ കൺട്രോൾ ചെയ്യാൻ എന്തില്ല, ഓംബുഡ്സ്മാൻ ഇല്ല ഇന്ത്യയിൽ. പക്ഷെ ഇന്ത്യയിൽ ഓംബുഡ്സ്മാൻ എന്നറിയപ്പെടുന്നത് ആരാ, ലോക്പാല കേട്ടോ. നമ്മുടെ ബാങ്കിനുണ്ട്, ബാങ്കിനില്ലെന്ന് കരുതല്, ബാങ്കിനുണ്ട്. നമ്മുടെ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ സിനിമയിലെ പാട്ടും സീൻസും എന്താണ് കോമഡി മാത്രമല്ലാതെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന സിനിമയിൽ നിന്ന് കിട്ടും കേട്ടോ. അതും കൂടെ ഒന്ന് അങ്ങനെയും പഠിക്കാം, അപ്പൊ നമ്മൾ ഓർത്തിരിക്കും കേട്ടോ. ദൃശ്യം സിനിമയിൽ പറയുന്ന പോലെ എന്താണ്, ഒരു സിനിമയുടെ പ്രത്യേകത എന്താ, ദൃശ്യം മനസ്സിൽ പതിയുന്ന പോലെ വേറൊന്നും മനസ്സിൽ ആഴത്തി പതിയില്ല. അതാണ് സിനിമയുടെ ഗുണം. ഓക്കെ, ഇനി ലോക്പാലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിലെ ചെയർപേഴ്സൺ ആരാണ്, ഒന്നി ഫോർമർ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. പിന്നെ അത് അമെന്റ് ചെയ്ത് എന്താക്കി, ഒരു ഫോമർ ജഡ്ജ് ആയാലും മതി എന്ന് നിയമം കൊണ്ടുവന്നു. അത് എന്ന് അമെന്റ് ചെയ്യുന്നൊന്നും വേണ്ട, ഒന്നി എന്തായിരിക്കണം, സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം കേട്ടോ. ഇനി ഇത് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ
പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് എന്തുണ്ട്, പേര് റെക്കമെൻഡ് ചെയ്യും. എല്ലാത്തിലും എന്തുണ്ട്, ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. സെലക്ഷൻ കമ്മിറ്റിയിൽ ആരാന്ന് ചോദിച്ചാൽ എന്താണ്, PM ആയിരിക്കും അതിന്റെ ഹെഡ്. അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, വേറെ മെമ്പേഴ്സിനെ സെലക്ഷൻ കമ്മിറ്റിയിൽ പഠിക്കേണ്ട. ഇനി ലോക്പാലിന്റെ പവർ എവിടെയൊക്കെ ഉണ്ട്, മിനിസ്റ്റേഴ്സ്, PM, MPs, പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അതേപോലെ ലോകായുക്ത. കേരളത്തിന് ഇപ്പൊ ലോകായുക്ത ഉണ്ടെങ്കിൽ, കേരളത്തിന് ലോകായുക്ത ഉണ്ടെന്നല്ല, ഉണ്ട് കേട്ടോ, ഉണ്ടെങ്കിൽ നല്ല ഉണ്ട്. അപ്പം അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ആരായിരിക്കും, CM, അവരുടെ ജൂറിസ്ഡിക്ഷൻ CM, അതിന്റെ കറസ്പോണ്ടിങ് അവരുടെ മിനിസ്റ്റേഴ്സ്, മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും, അങ്ങനെ 21 കേരളത്തിന്റെ മന്ത്രിമാരുടെ, അതുപോലെ MLA മാര്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽസ്. അപ്പൊ ലോകായുക്തക്ക് എന്തുണ്ട്, പാരലായിട്ട് ലോക്പാൽ ഉണ്ട്. ഓക്കെ, ഇനി ലോക്പാൽ ലോകായുക്തയുടെ അടിയിലൊന്നുമല്ല, സെപ്പറേറ്റ് ഫംഗ്ഷൻ ആണ്. ലോക്പാൽ ഒരു വിധി പറഞ്ഞാൽ അതേ വിധി ലോകായുക്ത അനുസരിക്കണം, അങ്ങനെയില്ല. ലോക്പാൽ പറയുന്ന വിധി എന്ത് ചെയ്യും, റെഫർ ചെയ്യും. പക്ഷെ ഇത് അണ്ടറിലാണെന്നൊന്നും പഠിക്കല് കേട്ടോ. സുപ്രീം കോടതിയുടെ വിധി ഹൈക്കോടതി വരുന്ന പോലെ ലോക്പാൽ ലോകായുക്ത അണ്ടറിൽ അങ്ങനല്ല കേട്ടോ. സുപ്രീം കോടതിയുടെ വിധി എന്താണ്, ഹൈക്കോടതിക്ക് ഓട്ടോമാറ്റിക് ബൈൻഡിങ്, ഹൈക്കോടതി വിധി ഓട്ടോമാറ്റിക് ഡിസ്ട്രിക്ട്, പിന്നെ സെക്ഷൻ, മുൻസിഫ്, അങ്ങനെ പോകും കേട്ടോ. അങ്ങനല്ല, ലോക്പാൽ എന്താണ്, സെപ്പറേറ്റ് ആണ് കേട്ടോ. ലോക്പാലിനൊരു എന്താണ്, ലോക്പാലിന്റെ വിധി ഒരിക്കലും ബൈൻഡിങ് ലോൺ ലോകായുക്ത അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ലോക്പാൽ എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏത് ആക്ട് വഴിയാണ് വന്നത്, ലോക്പാൽ ലോകായുക്ത ആക്ട് 2013 ആണല്ലോ. ഇപ്പൊ വരാൻ കാരണം ഹിന്ദുവിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. ഇനി എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു 2-3 ദിവസം ഇതിന്റെ അടുപ്പിച്ചെടുത്തോളൂ, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ന്യൂസാണ്. കാരണം സിറ്റിസൺസ് വിജിലന്റ് ആകാൻ, ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി അതൊക്കെ കൂട്ടാനായിട്ട് കൊണ്ടുവന്ന സാധനത്തിന് കേസുകളുടെ എണ്ണം കുറയുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഇന്ത്യയുടെ ഡെമോക്രസി വീക്കായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ആകാൻ പാടില്ല കേട്ടോ. നമ്മളും വിജിലന്റ് ആയിരിക്കണം, ഗവൺമെന്റും അതിനനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ എന്തായിപ്പോവും, ഡിക്റ്റേറ്റർഷിപ്പ് ആയിപ്പോവും കേട്ടോ. അത് ഏത് ഗവൺമെന്റ് ആണേലും കേട്ടോ. അപ്പൊ ലോക്പാൽ ലോകായുക്ത ആക്ട് എന്താണ്, 2013 വഴിയാണ് എന്ത് വന്നത്, ലോക്പാൽ വന്നത്. ഇനി അതിന്റെ ഫംഗ്ഷൻ ഈ CC= ഏകദേശം എന്താണ്, ഓംബുഡ്സ്മാൻ. അപ്പൊ എന്താണ്, ഇന്ത്യയുടെ ഓംബുഡ്സ്മാൻ എന്നറിയപ്പെടുന്ന ആരായിരിക്കും, ലോക്പാൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ, അതിന്റെ ഹെഡ് ആയിരുന്നു അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, ബാബ രാംദേവ്. പണ്ട് എന്ത് നടത്തി, ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ എന്നും പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തി. അതിന്റെ റിസൾട്ടായിട്ടാണ് ലോക്പാൽ ലോകായുക്ത 2013 പാസ്സാക്കിയത്. ഇതിന്റെ ചെയർപേഴ്സൺ ആരായിരിക്കണം, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഫോമർ സുപ്രീം കോടതി ജഡ്ജ്. ഹൈക്കോടതി ജഡ്ജ് അല്ല, സുപ്രീം കോടതിയാണ് രണ്ടും, സെൻട്രൽ ആണല്ലോ, അപ്പൊ സുപ്രീം കോടതി ആയിരിക്കും കേട്ടോ. ഇനി അപ്പോയിന്റ് ചെയ്യുന്ന ആരാ, പ്രസിഡന്റ് ഓൺ കമ്മിറ്റി ആണ്, എന്തായിരുന്നു, ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ കമ്മിറ്റി, സെലക്ഷൻ കമ്മിറ്റി. സെലക്ഷൻ കമ്മിറ്റിയിലെ ഹെഡ് ആരായിരിക്കും, PM. ഓക്കെ, ഇവരുടെ ജൂറിസ്ഡിക്ഷൻ എവിടെയൊക്കെ പോവും, പ്രധാനമന്ത്രി, മറ്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, MPs, പിന്നെ ഒഫീഷ്യൽസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, MLA മാരൊന്നും ഇല്ല. ഇവർ ജൂറിസ്ഡിക്ഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. സെൻട്രലിന്റെ കീഴിൽ ആരൊക്കെ വരുന്നു അവരൊക്കെ ആയിരിക്കും ലോക്പാൽ, സ്റ്റേറ്റിന്റെ കീഴിൽ ആരൊക്കെ വരുന്നു അവരായിരിക്കും ലോകായുക്ത. ഓക്കെ, ലോക്പാൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ സിനിമയൊക്കെ ഉണ്ടല്ലോ, മോഹൻലാലിന്റെ ലോക്പാൽ എന്നും പറഞ്ഞിട്ട് കൂറപ്പടമുണ്ട്, അത് ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തേ ലോക്പാൽ കേട്ടോ. അതുകൊണ്ട് ലോക്പാൽ പഠിച്ചിരിക്കുക കേട്ടോ. ഇനി ഇപ്പോഴത്തെ എന്താണ്, ലോക്പാലിന്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ അജയ് മാണിക്റാവ് ഖാൻവിൽക്കർ, ഫോമർ സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്നേ കേട്ടോ. അജയ് മാണിക്റാവോ ഖാൻവിൽക്കർ കേട്ടോ, മാണിക്റാവോ ഖാൻവിൽക്കർ. പുള്ളിയാണ് ഇപ്പോഴത്തെ ലോക്പാലിന്റെ ചെയർപേഴ്സൺ കേട്ടല്ലോ. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇത് അമെൻഡ് ചെയ്തത്. എന്നും അമെൻഡ് ചെയ്യുന്നൊന്നും വേണ്ട, കാരണം ഫോമർ ചീഫ് ജസ്റ്റിസിനെ തന്നെ അപ്പോയിന്റ് ചെയ്യണമെന്ന് ചെയ്യുന്നത് പാടാണ്. അതിനെക്കാട്ടും നല്ല ജഡ്ജും കൊണ്ട് ക്വാളിഫിക്കേഷനും കൂടെ ആയാൽ മതി എന്ന് പറഞ്ഞു. അത് പിന്നെ അമെൻഡ് ചെയ്തതാണ്. ആദ്യം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം, പിന്നെ അത് അമെൻഡ് ചെയ്താണ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആയാലും മതി. ഇപ്പോഴത്തെ അജയ് മാണിക്റാവ് ഖാൻവിൽക്കർ ഇപ്പോഴത്തത് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത ന്യൂസിലേക്ക് പോവാം. ലോക്പാൽ നോക്കണേ. ഇനി നിങ്ങൾക്ക് വല്ല അഡീഷണൽ ആയിട്ട് പോയിന്റ് വല്ലതും കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പൊ എഴുതിയ നോട്ടിന്റെ കൂടെ എഴുതി ചേർക്കുക. അതാണ് ഇപ്പൊ നമ്മൾ എന്താ മോക്ക് ചെയ്യുന്നത്. മോക്ക് ചെയ്യുമ്പോൾ ലോക്പാലിനെ പറ്റി ഒരു പോയിന്റ് കൂടെ കിട്ടുന്നു. ഒരു പോയിന്റ് കിട്ടിയാൽ എന്ത് ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ വിട്ടേക്ക് കേട്ടോ, അത് വിട്ടേക്ക്. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി പോയാൽ എഴുതാൻ തുടങ്ങിയാൽ, ഇമ്പോർട്ടന്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എഴുതാൻ തുടങ്ങിയ പിന്നെ അതിനേ ഉള്ളൂ സമയം. ഇത് ലോക്പാലിനെ പറ്റി ഒരു 5 പോയിന്റ് പഠിച്ചു വെക്കുക. പിന്നെ എന്തെങ്കിലും 6 or 7ാമത്തെ പോയിന്റ് ഞാൻ വിട്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ അടി എഴുതി ചേർക്കുക. അത് പിന്നെ ലോക്പാലിന്റെ 5 നോട്ട് ഒരു സ്ഥലത്ത്, ലോക്പാലിന്റെ 15 എന്തായിരുന്നു 2-3 പോയിന്റ് വേറൊരു സ്ഥലത്തായ നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എവിടെ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന്. അപ്പൊ എന്ത് ചെയ്യുക, പഠിക്കുന്നത് ഓർഡറായി വൃത്തിയായി പഠിക്കുക കേട്ടോ. എന്ത് പഠിച്ചു വളരെ 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 ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്ത് പഠിച്ചു എന്ന്
നമ്മൾ ഓർഡർ ചെയ്താലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അല്ല വലിച്ചു വാരി പഠിച്ചിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വൃത്തിയായി ഓർഡർ ആക്കി സൂക്ഷിക്കണം, പ്രത്യേകിച്ച് GK. അങ്ങനെ അത് പഠിക്കാൻ പറ്റും. അടുത്തത് മഹാ മെട്ടെക് മിഷൻ. ഇത് ആരുടെയാണെന്ന് ചോദിച്ചാൽ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഇതെന്താണെന്ന് ഞാൻ പറയാം, അത് തൊട്ട് താഴത്തെ പോയിന്റിലുണ്ട്, ഇവിടെ ഉണ്ട്. അവരുടെ അടിയിൽ കൊണ്ടുവന്ന പുതിയൊരു ഇനിഷ്യേറ്റീവ്, പുതിയൊരു മിഷനാണ് എന്ത്, മഹാ മെട്ടെക് മിഷൻ. ഓക്കെ, ഇനി കൊളാബറേഷൻ ഉണ്ട് ഇവർ കൊളാബറേഷൻ ചെയ്യുന്ന ആരാ, ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. നമ്മുടെ എന്താ ഇത് വാക്സിനൊക്കെ ആരാ, വാക്സിൻ ഡ്രഗ്സ് ഒക്കെ ആരാ ഇതാക്കുന്നത്, സീൽ എന്തായിരുന്ന ലാസ്റ്റ് അംഗീകരിക്കുന്നത് ICMR പോലെ. ഓക്കെ, അതുപോലെ ബിൽ ആൻഡ് നമ്മുടെ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ. അപ്പൊ ഇവരുമായിട്ട് കൊളാബ് ചെയ്ത് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നാണ് മഹാ മെട്ടെക് മിഷൻ ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ നാഷണൽ ഇനിഷ്യേറ്റീവ് ടു ആക്സലറേറ്റ് ഇന്നോവേഷൻ, മാനുഫാക്ചറിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് കട്ടിംഗ് എഡ്ജ് മെഡിക്കൽ ടെക്നോളജീസ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട മെഡിക്കൽ ടെക്നോളജീസിനെ എന്ത് ചെയ്യുക, വളർത്തുക. ഓക്കെ, ഇനി മഹായ്ക്ക് ഫുൾ ഫോം ഉണ്ട്, മിഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഇൻ ഹൈ ഇമ്പാക്ട് ഏരിയാസ്. ഓക്കെ, അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട മെഡിക്കൽ ടെക്നോളജീസ് എന്ത് ചെയ്യുക, ഇന്നോവേഷൻ ചെയ്യുക, കമേഴ്സ്യലൈസേഷൻ ചെയ്യുക. അതിന്റെ ഒക്കെ ഇന്നോവേഷൻ ആയിട്ടാണ് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വന്നേക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് എന്താ പുതിയൊരു സാധനമാണ് കേട്ടോ. ഇത് 2023 അതായത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലത്ത് ഫോം ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ANRF, അതായത് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. പുതിയ ബോഡിയാണ്, പുതിയൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും കൂടാണ്, വേറെ ഒരു എക്സിക്യൂട്ടീവ് അല്ല, ഒരു ആക്ടിന്റെ അടിയിൽ വന്നത്. അപ്പൊ എന്ത് ചെയ്യുക, പാർലമെന്റിന് എന്തെങ്കിലും ഒരു അമെന്റ്മെന്റ് വേണമെങ്കിൽ എന്ത് വേണം, പാർലമെന്റ് അംഗീകാരം വേണം. ഒരു നോട്ടിഫിക്കേഷൻ വഴി വന്നതാണെങ്കിൽ എന്തേ സംഭവിക്കത്തുള്ളൂ, സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ക്യാബിനറ്റ് പറഞ്ഞ് പ്രസിഡന്റ് മാറ്റിയ എന്ത് സംഭവിക്കും, എക്സിക്യൂട്ടീവ് ബോഡിക്ക് മാറ്റം വരും. പക്ഷെ ഒരു പാർലമെന്റ് സമ്മതം വേണമെങ്കിൽ ജനങ്ങളുടെ ബോഡിയാണ് പാർലമെന്റ്, അല്ലെ, ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണല്ലോ പാർലമെന്റിൽ. അപ്പം ഒരു പാർലമെന്റിന് അംഗീകാരം വേണ്ട ഒരു ബോഡി മാറ്റം വരുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് എന്തായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത്, നാഷണൽ ബോഡിയാണ് എന്ത്, അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അത് ഏത് ആക്ട് വഴിയാണ് വന്നത്, ANRF ആക്ട് 2023 വഴിയാണ് വന്നത്. ഇതിന്റെ എന്താണ് ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ടു റെഗുലേറ്റ് ഓൾ റിസർച്ച് ഡെവലപ്മെന്റ് ഓഫ് നാച്ചുറൽ സയൻസ്, ടെക്നോളജി, അഗ്രികൾച്ചർ ആൻഡ് ഹെൽത്ത്. അപ്പം ഇന്ത്യയിലെ എല്ലാത്തിൻ്റെയും ICMR ആയിക്കോട്ടെ, ഒട്ടുമിക്ക മെഡിക്കൽ ഏരിയാസിന്റെ റെഗുലേറ്റ് ചെയ്യുക ആരാണ്, അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണ്. അവരാണ് എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് റീപ്ലേസ് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ട്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡിനെ റീപ്ലേസ് ചെയ്താണ് എന്ത് 2023 ANRF വന്നത്. ഇനി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് എന്നാ വന്നേ 2008 മൻമോഹൻ സിംഗിന്റെ കാലത്താണ് എന്ത് വന്നത്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബോർഡ് വന്നത്. അനുസന്ധാൻ അതിനെ റീപ്ലേസ് 2023 എന്തിനു റീപ്ലേസ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബോർഡിനെ റീപ്ലേസ് ചെയ്ത് 2023 ANRF വന്നു. ഓക്കെ, അപ്പം മഹാ മെട്ടെക് മിഷൻ, അപ്പം മെട്ടെക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നാൽ ANRF ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ്. കാരണം എന്താണ്, എല്ലാത്തിനും റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്, ANRF ആണ് കേട്ടോ. ഇപ്പൊ RBIയുടെ എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും സ്കീം ഉണ്ടെങ്കിൽ 2 മിഷൻ ഇപ്പൊ ഫിനാൻഷ്യൽ റിലേറ്റ് ചെയ്ത് ഒരു മിഷൻ ഉണ്ടെങ്കിൽ 2 ആൾക്കാർ ഉത്തരം കാണത്തുള്ളൂ മിക്കപ്പോഴും, ഒന്ന് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ RBI കേട്ടോ. ഇനി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, റവന്യൂ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അങ്ങനെ ചോദിച്ചാൽ പണി പാളും. പക്ഷെ ഒരു വേഗമായിട്ട ഓപ്ഷൻ എങ്കിൽ ഇപ്പൊ RBI, ഫിനാൻസ് അങ്ങനെ വല്ല മിനിസ്റ്റർ അങ്ങനെ വല്ല വേഗമായിട്ടുള്ള ഇതാണെങ്കിൽ ഫിനാൻസിനടി ഒത്തിരി ഉണ്ട്. അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഇപ്പോൾ റവന്യൂന്നോ വേറെ വല്ല ചോദിച്ചാൽ നമുക്ക് പണി കിട്ടും. പക്ഷേ ഇപ്പൊ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ആയിരിക്കും ഏതെങ്കിലും മിഷൻ തുടങ്ങുന്ന ആരായിരിക്കും, RBIയോ മിനിസ്ട്രി ഓഫ് ഫിനാൻസോ ആയിരിക്കും. അപ്പം മെഡിക്കലുമായിട്ട് എന്തെങ്കിലും ഒരു മിഷൻ ഉണ്ടെങ്കിൽ അത് മിക്കപ്പോഴും ആര് തന്നെ ആയിരിക്കും, ANRF ആയിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ എല്ലാം പഠിക്കലോ നമ്മളെ കൊണ്ട് നടക്കത്തില്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, ജിന്നുകളല്ലല്ലോ. ഓക്കെ, അപ്പം മഹാ മെട്ടെക് മിഷൻ എന്ത് ചെയ്യുക, പുതിയ ഏരിയാസ് ഇന്നോവേഷൻ, കൊമേഴ്സ്യലൈസേഷൻ ഓഫ് കട്ടിംഗ് എഡ്ജ് മെഡിക്കൽ ടെക്നോളജീസ്, അതൊക്കെ എന്തായിരിക്കും, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നാൽ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ പക്ഷേ ANRF വന്ന് എന്നാന്ന് പഠിക്കുക, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാന്ന് പഠിക്കുക, അതെന്തിനാ റീപ്ലേസ് ചെയ്തൊന്ന് പഠിക്കുക. ഇത് ഇമ്പോർട്ടന്റ്, കാരണം 2 വർഷം അയാൾ നടന്നിട്ട് ചോദിക്കാം കേട്ടോ. പ്രത്യേകിച്ച് RRBിലൊക്കെ നോക്കുന്നവർക്ക് കേട്ടോ. CGL മെയിൻസ് Tier 2 ഉള്ളവരും നോക്കിക്കോണേ, കാരണം അവിടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്, ഇംഗ്ലീഷും GK ആണ് കേട്ടോ. അപ്പൊ ഇതാണ് മഹാ മെട്ടെക് മിഷൻ. അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, എല്ലാവരും അറിഞ്ഞു കാണും, BR ഗവായി അല്ലെ, ഭൂഷൺ രാമകണ്ഠ് ഗവായി 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. എന്ത് ചെയ്യും, നവംബർ 20 പുള്ളി, അദ്ദേഹത്തിന് 65 വയസ്സാവും. ഓക്കെ,
അപ്പം അതിനെ റീപ്ലേസ് ചെയ്ത് ആരെയാണ് നോമിനേറ്റ് ചെയ്തത്? ബി ആർ ഗവായ് ജസ്റ്റിസ് സൂര്യകാന്തിനെയാണ് എന്ത് ചെയ്തത്? റിട്ടയർ ആയത്. ഓക്കെ, അപ്പം എന്താണ് 65-ാമത്തെ വയസ്സിൽ ആര് റിട്ടയർ ആവും? നവംബർ സംതിങ്ങിലാന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന് 65-ാമത്തെ വയസ്സാവുന്നത്. അപ്പം ബി ആർ ഗവായ് റിട്ടയർ ആവും. ഇതെന്താന്ന് വെച്ചാൽ ഈ 65 വയസ്സ് എന്നാവുന്നോ അന്നായിരിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിരമിക്കുന്നത്, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി വിരമിക്കുന്നത്. അവർക്ക് എന്തില്ല? ടെന്യൂർ ഇല്ല. എന്ത് ചെയ്യുക? 65 വയസ്സാണ്. എന്ത് ഇപ്പൊ 5 വർഷമൊന്നോ 2.5 വർഷമൊന്നും ഇല്ല. അവർക്ക് എന്ന് 65 വയസ്സാവുന്നോ അന്ന് റിട്ടയർ ആവും. അതാണ് ചടങ്ങ് കേട്ടോ. ഇനി ഇപ്പോഴത്തെ സീനിയർ മോസ്റ്റ് ബി ആർ ഗവായ് കഴിഞ്ഞാൽ, അദ്ദേഹം കഴിഞ്ഞാൽ ഇപ്പൊ സൂര്യകാന്ത് ആണ് എന്ത് സീനിയർ മോസ്റ്റ് സുപ്രീം കോടതി ജഡ്ജി. അപ്പൊ അദ്ദേഹത്തെ തന്നെ ആര് റെക്കമെൻഡ് ചെയ്ത്? ബി ആർ ഗവായ് ആർക്ക് റെക്കമെൻഡ് ചെയ്യും? മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് കേട്ടോ, മിനിസ്റ്റർ ഓഫ് ലോ നമ്മുടെ അർജുൻ റാം മെക്വാൾ ഇപ്പോഴത്തെ മിനിസ്റ്റർ ആണ്. അപ്പം മിനിസ്റ്റർ ഓഫ് ലോയ്ക്ക് റെക്കമെൻഡ് ചെയ്യും, എന്നിട്ട് എന്ത് ക്യാബിനറ്റ് കൂടും, എന്നിട്ട് അംഗീകരിക്കും, പ്രസിഡന്റിന് കൊടുക്കും. അങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ സീനിയർ മോസ്റ്റ് ജഡ്ജാണ്. പക്ഷെ എന്താക്കി? കൺവെൻഷൻ തെറ്റിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലത്ത് എന്ത് ചെയ്യുക? കൺവെൻഷൻ തെറ്റിച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ഇത് നിയമമല്ല, കൺവെൻഷനാ, മാറ്റാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പം ബി ആർ ഗവായ് ആരെ നോമിനേറ്റ് ചെയ്ത്? ജസ്റ്റിസ് സൂര്യകാന്തിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ജസ്റ്റിസ് സൂര്യകാന്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം അപ്പോയിന്റ് ചെയ്തെന്ന് പഠിച്ചാൽ മതി. പക്ഷെ ഇത് അപ്പോയിന്റ്മെന്റ് എങ്ങനെ നടക്കുന്നു അത് പഠിക്കുക. ഓക്കെ, 53rd ചീഫ് ജസ്റ്റിസ്. 50-ാമത്തെ ആരാ? ഡി വൈ ചന്ദ്രചൂഡ് പഠിക്കുക. 51-ാമത്തെ സഞ്ജയ് ഖന്ന, അത് കഴിഞ്ഞ് ബി ആർ ഗവായ്, അത് കഴിഞ്ഞ് സൂര്യകാന്ത് 53-ാമത്തെ. ഓക്കെ, ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഏത് ആർട്ടിക്കിളാണ്? സുപ്രീം കോടതിക്ക് ഒറ്റ ആർട്ടിക്കിളെ പറയുന്നുള്ളൂ. സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ അപ്പോയിന്റ്മെന്റ് സുപ്രീം കോടതി ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 124. അപ്പൊ അപ്പോയിന്റ്മെന്റ് എവിടുത്തെ 124. സുപ്രീം കോടതിയെ പറ്റി ഇനിയും പറയുന്നുണ്ട്. റിറ്റ് ജൂറിസ്ഡിക്ഷനെ പറ്റി 32 പറയുന്നുണ്ട്. പിന്നെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, ഒറിജിനൽ ആൻഡ് എക്സ്ക്ലൂസീവ്, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, പിന്നെന്താ കംപ്ലീറ്റ് ജസ്റ്റിസ് ആർട്ടിക്കിൾ 142, പിന്നെന്താ 136 സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. സുപ്രീം കോടതിയെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. എന്താണ് 143 അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, പ്രസിഡന്റും എന്താണ് സുപ്രീം കോടതി തമ്മിൽ 143 അഡ്വൈസറി. ഓക്കെ, അപ്പൊ 124 എന്ത് പറയുന്നത്? സുപ്രീം കോടതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. അതിന്റെ തന്നെ ക്ലോസ് 2 ആണ് എന്ത് പറയുന്നത്? അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതിൽ പറയുന്നത് ഒറ്റൊരു കാര്യമുള്ളൂ, പ്രസിഡന്റ് ഷാൽ അപ്പോയിന്റ് എവറി ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് സച്ച് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ആസ് ഡീംഡ് നെസസറി. ഓക്കെ, അതായത് പ്രസിഡന്റ് സുപ്രീം കോടതി ജഡ്ജസിനെയും ഹൈക്കോടതി ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുക ആഫ്റ്റർ കൺസൾട്ടിംഗ് വിത്ത് സുപ്രീം കോടതി ജഡ്ജ് ആൻഡ് ഹൈക്കോടതി ജഡ്ജ് ഡീംഡ് നെസസറി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്നല്ല, അതെന്താണ്? മസ്റ്റ് ആണ്. ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈൻഡിങ് ആണ്. സുപ്രീം കോടതി ജഡ്ജസ് എന്ത് പറയുന്നോ അതെന്ത് ചെയ്യുക? പ്രസിഡന്റ് അംഗീകരിച്ചേ പറ്റൂ. വേറൊരു നടപടിയൊന്നുമില്ല, അംഗീകരിച്ചേ പറ്റൂ. എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേണമെങ്കിൽ തിരിച്ചൊന്ന് നമുക്കൊന്ന് പറയാം, ഇത് ഒന്നുകൂടെ ആലോചിക്കുക എന്ന് പറയാം. പക്ഷെ എന്ത് ചെയ്യുക? സുപ്രീം കോടതി പറഞ്ഞതായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, സുപ്രീം കോടതി ജഡ്ജി ആണല്ലോ ഇപ്പൊ എന്താ ബി ആർ ഗവായി ആണ് സൂര്യകാന്തിനെ എന്ത് ചെയ്യുന്നത്? നോമിനിയാക്കി പ്രഖ്യാപിക്കുന്നത്. അപ്പോയിന്റ് ചെയ്യുന്ന ബി ആർ ഗവായി അല്ല. പക്ഷെ എന്ത് ചെയ്യുക? തീരുമാനിക്കുന്ന ആരാ? സുപ്രീം കോടതിയിലുള്ളവരാ. ലോകത്ത് ജഡ്ജികളെ തന്നെ എന്ത് ചെയ്യുക? ജഡ്ജികളെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരേ ഒരു കൺട്രി ഉള്ളത് ഇന്ത്യ കേട്ടോ. അമേരിക്കയെ പോലും എന്താണ് എക്സിക്യൂട്ടീവ് ആണ് തീരുമാനിക്കുക ജഡ്ജസ് ആരാകണമെന്ന്. പക്ഷെ ഇന്ത്യയിൽ സെപ്പറേഷൻ ഓഫ് പവർ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് DPSP ആർട്ടിക്കിൾ 50 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 50 പാർട്ട് 4 ആർട്ടിക്കിൾ 50 എന്ത് പറയുന്നുണ്ട്? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി പറയുന്നുണ്ട്. അപ്പം ജുഡീഷ്യറിയുടെ ഒരു കാലത്ത് എന്തായിരുന്നു? ഒരിടത്തും എന്ത് ഇടപെടാൻ പാടില്ല? എക്സിക്യൂട്ടീവ് ഇടപെടാൻ പാടില്ല. ഇടപെടാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻഫ്ലുവൻസ് ചെയ്യാനും പാടില്ല. ഇപ്പൊ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് എന്തിന്റെ പാർട്ടാ? മെയിൻലി എക്സിക്യൂട്ടീവിന്റെ പാർട്ടാ, പക്ഷെ ജുഡീഷ്യറിയും പാർട്ടാണ് പ്രസിഡന്റ് കേട്ടോ. പ്രസിഡന്റ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പാർലമെന്റ് വിളിക്കുന്ന ആരാ? പ്രസിഡന്റ്. പാർലമെന്റിൽ സെഷൻ നടത്തുമ്പോൾ വർഷത്തിൽ ആദ്യത്തെ സെഷൻ ആര് അഭിസംബോധന ചെയ്യും? പ്രസിഡന്റ് അഭിസംബോധന ചെയ്യും. ബഡ്ജറ്റ് സെഷനിൽ ആര് പോവും? പ്രസിഡന്റ് പോയി പ്രസംഗിക്കും അല്ലേ? അപ്പം പ്രസിഡന്റ് എന്തിന്റെ പാർട്ടാ? പാർലമെന്റിന്റെ പാർട്ടാ. പ്രസിഡന്റിന്റെ ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ആർ ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ്. അപ്പൊ പ്രസിഡന്റ് എന്തിന്റെ പാർട്ടാ? എക്സിക്യൂട്ടീവിന്റെ പാർട്ടാ. ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ജഡ്ജസ് രാജിക്കത്ത് കൊടുക്കുന്നതൊക്കെ ആർക്കാ? പ്രസിഡന്റിന്. അപ്പൊ പ്രസിഡന്റ് എന്തുണ്ട്? പാർഡനിങ് പവറും ഉണ്ട്. അപ്പൊ പ്രസിഡന്റ് എന്താ? ജുഡീഷ്യറിനും പാർട്ടാ. പ്രസിഡന്റ് എന്താ? മൂന്നും കൂടാണ്. മെയിൻലി നമ്മൾ പറയുന്ന എക്സിക്യൂട്ടീവ് എന്നാണ്. അപ്പം എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ എന്ത് വേണം? സെപ്പറേഷൻ വേണം. അതുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജസിനെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ആരായിരിക്കണം? സുപ്രീം കോടതി ജഡ്ജസ് തന്നെ ആയിരിക്കും. ആ കൊളീജിയം എന്നൊക്കെ പറയും. കൊളീജിയം എന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന സാധനം എന്താണ്? ബൈൻഡിങ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചിട്ടുമുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈൻഡിങ് ആണ്. ഇനി പ്രസിഡന്റ് ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? ജഡ്ജസിനെയും ചീഫ് ജസ്റ്റിസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ഈ കാര്യം ശ്രദ്ധിക്കുക, വാറന്റ് ആൻഡർ സീൽ. അതായത്
പ്രസിഡന്റ് ഓത്ത് പറഞ്ഞു കൊടുക്കുക, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുക. ഈ സാധനങ്ങളൊന്നും പ്രസിഡന്റ് തന്നെ ചെയ്യണം. പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ വർക്ക് എന്ത് ചെയ്യുക? താഴത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഓത്ത് പറഞ്ഞു കൊടുക്കേണ്ടതും അപ്പോയിന്റ് ചെയ്യുന്നതും എന്തായിരിക്കണം? പ്രസിഡന്റ് തന്നെ ആയിരിക്കണം. അതാണ് എന്ത്? വാറന്റ് അണ്ടർ സീൽ എന്ന് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇപ്പൊ എന്താ, ചില സ്ഥലങ്ങളിൽ ഇപ്പൊ എന്താ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെന്താ നമ്മുടെ ഇൻഫർമേഷൻ, അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? അപ്പോയിന്റ് ചെയ്യുന്നത് വാറന്റ് ആൻഡ് സീൽ. ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് പ്രസിഡന്റിന് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് എന്ത് ഈ വാറന്റ് ആൻഡ് സീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ, അപ്പോയിന്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് താഴെയുള്ളവർക്ക് എന്ത്, ഇപ്പൊ വൈസ് പ്രസിഡന്റിന് കൊടുക്കാൻ പറ്റത്തില്ല. പ്രസിഡന്റ് തന്നെ എന്ത് ചെയ്യുക? അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ അപ്പോയിന്റ്മെന്റ് എന്ത് ചെയ്യുക? പ്രസിഡന്റ് തന്നെ നടത്തിയിരിക്കണം. ആരുടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, പിന്നെ അറ്റോർണി ജനറൽ, CAG, ഇവരുടെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? പ്രസിഡന്റിന്റെ വാറന്റ് ആൻഡ് സീല് കൊടുക്കേണ്ടത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ CAG, ഇലക്ഷൻ കമ്മീഷണർ, സുപ്രീം കോടതി ജഡ്ജസ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, ഇവരൊക്കെയാണ് എന്ത്? വാറന്റ് ആൻഡ് സീല് പ്രസിഡന്റിന്റെ വേണ്ടത്. കേട്ടോ, പ്രസിഡന്റിന്റെ വാറന്റ് ആൻഡ് സീല് വേണ്ടത് ഒന്ന് സുപ്രീം കോടതി ജഡ്ജസ്, CAG, ഇലക്ഷൻ കമ്മീഷണർ, CVC, ഇവരൊക്കെ എന്താ? വാറന്റ് ആൻഡ് സീൽ, വാറന്റ് അണ്ടർ സീൽ വേണം. കാരണം എന്താ? ഇവർ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ഓഫീസുകളാണ്. കേട്ടല്ലോ. അപ്പൊ ഇത്രയാണ് എന്താ അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ജസ്റ്റിസ്. ഇനി ഒരു കാര്യം പറയാം, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കുക, ഒറ്റ കേസ് മാത്രം പഠിക്കുക. 1998 എന്ത് ചെയ്യുക? തേർഡ് ജഡ്ജസ് കേസ്. അതിലാണ് എന്ത് വന്നത്? കൊളീജിയം സിസ്റ്റം. ഇത്രയൊന്ന് മനസ്സിലാക്കുക. കൊളീജിയം സിസ്റ്റത്തിൽ എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും 4 സീനിയർ മോസ്റ്റ് ജഡ്ജസുമാണ് ഉള്ളത്. ഓക്കെ, അത് ഇവരുടെ ഡിസിഷൻ ആണ് എന്ത്? സുപ്രീം കോടതി ജഡ്ജസ് ആരാവണം, ഹൈക്കോടതി ജഡ്ജസ് ആരാവണം എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? കൊളീജിയമാണ്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടല്ലോ. ഇത് CJ ആണ്. എന്റെ ജയുടെ വാലിച്ചിരി നീണ്ടുപോയി കേട്ടോ, CJI. ഓക്കെ, അപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആണ് കൊളീജിയത്തിലുള്ളത്. അതാണ് തേർഡ് ജഡ്ജസ് കേസ്, വർഷം 1998. ഓക്കെ ആണല്ലോ. സുപ്രീം കോടതി ജഡ്ജസിനെയും ഹൈക്കോടതി ജഡ്ജസിനെയും തീരുമാനിക്കുന്ന ആരാണ്? കൊളീജിയമാണ്. ആ കൊളീജിയത്തിൽ ആരൊക്കെ ഉണ്ട്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും. അത് ഏത് വിധി ഏതാണ്? തേർഡ് ജഡ്ജസ് കേസ് 1998. ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ഫസ്റ്റും സെക്കൻഡും ഒന്നും വേണ്ട. അത് ഞാൻ പണ്ട് ലൈവിൽ പോയിട്ടുണ്ട്, അതിരുന്ന് കണ്ടാൽ മതി. എന്റെ 2ാമത്തെ 3ാമത്തെ ലൈവിൽ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത്രയൊന്നും ഓർത്തിരിക്കുക, കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ലേറ്റസ്റ്റ് ഇത് പ്രകാരമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മാറി ഫോർത്ത് ജഡ്ജസ് കേസ് വന്നാൽ അത് പഠിക്കുക കേട്ടോ. അപ്പൊ ലേറ്റസ്റ്റ് എന്താണോ അത് പഠിക്കുക. അതാണ് ഈ കറണ്ട് അഫയേഴ്സിന്റെ എന്താണ് വജ്ര മാസ്റ്റർ പീസ്. അതായത് സ്റ്റാറ്റിക് ചോദിക്കുന്നതിന് എന്തുണ്ട്? ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ചുമ്മാ ഒരു ഗാന്ധി ഉപ്പ് സത്യാഗ്രഹമൊക്കെ ചോദിക്കുന്നതിനൊക്കെ എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ കറണ്ട് അഫയേഴ്സിൽ വന്ന സാധനം റിലേറ്റ് ചെയ്ത് സ്റ്റാറ്റിക് GK ചോദിക്കും. കാരണം എന്താ? അതിന് ഇപ്പോഴും ലിമിറ്റില്ല. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് പുതിയ ചീഫ് ജസ്റ്റിസ് വന്ന്, അപ്പൊ എന്ത് ചോദിക്കാം? ആർട്ടിക്കിൾ ചോദിക്കാം. തേർഡ് കൊളീജിയം കേസ് ചോദിക്കാം. ഓക്കെ, ഇനി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വാറന്റ് അണ്ടർ സീൽ ഏതൊക്കെയാന്ന് ചോദിക്കാം കേട്ടോ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ വാറന്റ് അണ്ടർ സീൽ വേണ്ടത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്, ഏതൊക്കെ ഓഫീസുകൾക്കാന്ന് ചോദിക്കാം. അപ്പൊ എന്താണ്? ഒരു കറണ്ട് അഫയേഴ്സും വന്ന് ഒരു സ്റ്റാറ്റിക്കും വന്ന്. അതാണ് എന്ത്? PSC, UPSC, SSC ഒക്കെ RRB ഒക്കെ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്റ്റാറ്റിക് ഇപ്പൊ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അവർ എന്ത് ചോദിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരിക്കും. പക്ഷേ ഒരു കറണ്ട് അഫയേഴ്സ് വന്നാൽ കറണ്ട് അഫയേഴ്സും ആവും, അതിന് റിലേറ്റ് സ്റ്റാറ്റിക്കും ആവും കേട്ടല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? സ്റ്റാറ്റിക്ക് പിടിച്ചിരിക്കുന്നത്. ബാങ്ക് ആണെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ കളികളാണ്, അവർക്ക് അത് മതി. കാരണം കറണ്ട് അഫയേഴ്സിൽ തന്നെ കാണും എന്ത്? 6 മാസം കറണ്ട് അഫയേഴ്സ് തന്നെ ധാരാളം ബാങ്കിന്റെ മെയിൻസിന് ചോദിക്കാൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. CAG ആർട്ടിക്കിൾ ഏതാ? 148 കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ ഏതാ? 324. 326 എന്താ? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. സുപ്രീം കോടതി ജഡ്ജസ് ആർട്ടിക്കിൾ 124. പിന്നെ വിജിലൻസ് എന്താ? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാ കേട്ടോ. വിജിലൻസ് ഒക്കെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാ കേട്ടോ.
CAG ഇമ്പോർട്ടൻ്റ് ആണ് 148 കേട്ടോ. ECI എന്താണ് 324, 124 എന്താണ് സുപ്രീം കോടതി ജഡ്ജസ്. അപ്പൊ ഇത്രയാണ് എന്താണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന വനിത ആരാന്ന് ചോദിച്ചാൽ BV നാഗരത്നയാണ്. അത് ഏതൊരു എക്സാമിന് ഞാൻ ഓർക്കുന്നില്ല ഏതാണ്, അതെനിക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് ആരാണ് എന്താണ് ഇനി വരാൻ പോകുന്നതിൽ ഇപ്പൊ നിലവിലെ ചാൻസ് പ്രകാരം BV നാഗരത്നയാണ് എന്ത് ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകാൻ ചാൻസ് കേട്ടോ. ഇപ്പൊ നിലവിൽ ആരാന്ന് ചോദിച്ചാൽ BV നാഗരത്നയാണ് ആകാൻ ചാൻസ് കേട്ടോ. ഓർക്കുക, ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് അല്ല, അത് ഫാത്തിമ ബീവി. നമുക്ക് പത്മഭൂഷൺ അങ്ങോട്ട് കൊടുത്തായിരുന്നു 2024 കേട്ടോ. അത് ഫാത്തിമ ബി കേട്ടോ, മരിച്ചുപോയായിരുന്നു കഴിഞ്ഞ വർഷം കേട്ടോ. ഈ വർഷം കഴിഞ്ഞ വർഷം അങ്ങോട്ട് മരിച്ചുപോയി. അത് ഫാത്തിമ ബീവി, അതല്ല ഫാത്തിമ ബീവിയോ. അത് ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ്, പക്ഷെ ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകാൻ പോകുന്ന BV നാഗരത്നയാണ്. ആയിട്ടില്ല, ആകും കേട്ടോ. ഓക്കെ, ഈ വാറന്റ് അണ്ടർ സീൽ എല്ലാവർക്കും ഇല്ല, ഇമ്പോർട്ടന്റ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. കാരണം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വർക്ക് കോണ്ട് ഡെലിഗേറ്റ് ദ വർക്ക് കേട്ടോ. വർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രസിഡന്റിന് ആർക്കും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, പ്രസിഡന്റ് തന്നെ ആയിരിക്കണം കേട്ടോ. വേറെ ആരുടെയും സീൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, പ്രസിഡന്റ് ആയിരിക്കണം. ഡയറക്റ്റ് എന്ത് ചെയ്യണം, ഇവരെ അപ്പോയിന്റ് ചെയ്യണം. ഒരു കാര്യം കൂടെ, ഹൈക്കോടതി ജഡ്ജി അപ്പോയിന്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രസിഡന്റ്, ഹൈക്കോടതി ജഡ്ജിക്ക് ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഗവർണർ കേട്ടോ. പ്രസിഡന്റ് ആണ് അപ്പോയിന്റ്, സുപ്രീം കോടതി ജഡ്ജസിന്റെ കേസ് വന്നാൽ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നതും ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും. പക്ഷെ ഹൈക്കോടതിയുടെ കേസ് വരുമ്പോൾ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, പ്രസിഡന്റ് ആണ്. ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആരാണ്, നമ്മുടെ ഗവർണറാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ അടുത്ത ന്യൂസിലേക്ക് പോവാം. മിഷ്ടി സ്കീം കേട്ട് തഴമ്പിച്ച സാധനമാണ് മിഷ്ടി. എല്ലാവരും പഠിച്ചു കാണും. കഴിഞ്ഞ വർഷത്തെ ഇത്തവണത്തെ CGL എല്ലാവരും തകർത്ത് പഠിച്ച കുറെ സ്കീം കാണും. അതിൽ പഠിച്ച സ്കീമാണ് മിഷ്ടി സ്കീം. ഇത് എല്ലാവരും ഒരു തെറ്റ് പഠിക്കും. ഇത് എവിടെ കൊണ്ടുവന്നതാന്ന് പറയും, ഗുജറാത്തിൽ കൊണ്ടുവന്നതാന്ന് പറയും. പൊട്ടത്തെറ്റ. ഇത് ഗുജറാത്തിൽ കൊണ്ടുവന്നതല്ല. ഇത് ലോഞ്ച് ചെയ്യുന്ന ആരാ, ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടി, ആദ്യം ലോഞ്ച് ചെയ്ത് എവിടാ, ഗുജറാത്തിലാണ്. അത് കറക്റ്റാ. പക്ഷെ ഇതെന്താ, ഒരു ഓൾ ഇന്ത്യ സ്കീമാണ് കേട്ടോ. ഇത് ആദ്യം ലോഞ്ച് ചെയ്യുന്ന എവിടാണ്, ഗുജറാത്തിലാണ്. പക്ഷെ ഇത് ഗുജറാത്തിന് മാത്രമുള്ളതല്ല കേട്ടോ. ഇത് എവിടെയുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്, ഒഡീഷയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കാരണം ഇത് എന്തിനു വേണ്ടിയുള്ള, മാംഗ്രൂവ്സിന് പ്രിസർവ് ചെയ്യാനുള്ള സ്കീമാണ് മിഷ്ടി സ്കീം ആണല്ലോ. അപ്പം ഗുജറാത്തിൽ മാത്രമാണോ മിഷ്ടി ഉള്ളത്, മാംഗ്രൂവ്സ് ഉള്ളത്? അല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എന്താണ് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ് സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളിലെ. അപ്പൊ അതും എന്താ മിഷ്ടി സ്കീമിലുണ്ട്. പക്ഷെ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത് എവിടാ, ഗുജറാത്തിൽ. അതുകൊണ്ടാണ് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ന്യൂസിൽ ഗുജറാത്തിലാണ് മിഷ്ടി. അങ്ങനല്ല, മിഷ്ടി ഓൾ ഇന്ത്യ സ്കീമാണ്. മാംഗ്രൂവ്സിനെ പ്രിസർവ് ചെയ്യാനുള്ള സ്കീമാണ് എന്ത്, മിഷ്ടി. പക്ഷേ മിഷ്ടി എന്തിനാണ്, ഗുജറാത്തിലാണ് മെയിൻലി കൊണ്ടുവന്നത് കേട്ടോ. ഒൺലി ഫോർ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, മെയിൻലി ഇൻ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. ഇനി വാർത്ത വരാൻ കാരണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താ മിഷ്ടി സ്കീമിന്റെ വെസ്റ്റ് ബംഗാളിലെ സ്ഥിതി വളരെ പരിതാപകരമാണെന്ന് ആര് പറഞ്ഞേ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിനെ കൺസേൺ അറിയിച്ചു. അതായത് മാംഗ്രൂവ്സ് വളർത്താനായിട്ട് എന്ത് ചെയ്യുക, ലാൻഡ് വേണം. അപ്പൊ ലാൻഡ് അക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാംഗ്രൂവ്സ് വളർത്തുക. അതാണ് മിഷ്ടി സ്കീമിന്റെ ഉദ്ദേശം. പക്ഷേ ഗുജറാത്തിൽ ഏകദേശം എന്ത് ചെയ്യുക, 19,220 ഹെക്ടേഴ്സ് എന്ത് ചെയ്ത് മിഷ്ടി സ്കീമിന്റെ അടിയിൽ അണ്ടർടേക്ക് ചെയ്ത്. പക്ഷേ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് ലോകത്തിൽ തന്നെയുള്ള വെസ്റ്റ് ബംഗാൾ സുന്ദർബൻസ്, വെസ്റ്റ് ബംഗാളിൽ ഏകദേശം only 10 ഹെക്ടർ മാത്രമേ എന്തെടുത്തിട്ടുള്ളൂ, മിഷ്ടി സ്കീമിന് അണ്ടറിൽ വരുത്തിയിട്ടുള്ളൂ. ഇത് പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്ത്, വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന് ഒരു കൺസേൺ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വെസ്റ്റ് ബംഗാൾ എന്താണ്, ഏകദേശം 42% മാംഗ്രൂവ് ഫോറസ്റ്റ് എവിടാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, അതുകൊണ്ടപ്പോൾ എന്താ, ഏറ്റവും കൂടുതൽ മിഷ്ടി സ്കീമിന്റെ ഉപകാരം അനുഭവിക്കേണ്ടത് അവർക്കാണ്. കാരണം മാംഗ്രൂവ്സ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്. സുന്ദർബൻസ് പോലത്തെ ഒരു സ്ഥലത്ത് എന്താണ് ഭയങ്കര പ്രൊഡക്ടിവിറ്റിയാ. ഈ മാംഗ്രൂവ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്കോട്ടോണാ കേട്ടോ. ടെറസ്ട്രിയലും എന്താണ് മറ്റേ ടെറസ്ട്രിയൽ ബയോമും അക്വാട്ടിക് ബയോമും തമ്മിലുള്ള ഒരു എക്കോട്ടോൺ ആണ് മാംഗ്രൂവ്സ്. നമ്മുടെ ഇതെന്താ, ഗ്രാസ് ലാൻഡ്. ഫോറസ്റ്റും ഡെസേർട്ടും തമ്മിലുള്ള ഒരു എക്കോട്ടോൺ ആണ് ഗ്രാസ് ലാൻഡ് അല്ലേ. എസ്റ്ററി, റിവറൈനും എന്തായിരുന്നു മറൈനും തമ്മിലുള്ള ഒരു ഫ്രഷ് വാട്ടറും മറൈൻ വാട്ടറും തമ്മിലുള്ള എന്താണ് എക്കോട്ടോൺ ആണ് എന്ത്, എസ്റ്ററീസ്. അപ്പൊ അതേപോലെ ഈ എക്കോട്ടോണുകൾക്ക് എന്താണ് ഭയങ്കര പ്രൊഡക്ടിവിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഗ്രാസ് ലാൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ മൃഗങ്ങളും മരങ്ങളും, വെറൈറ്റി അല്ലേ. ഒരു ഗ്രാസ് ലാൻഡ് നോക്കിയാൽ സിംഹം, പൂച്ച, കടുവ, എന്താണ് ആന, ജിറാഫ്, പാമ്പ്, എലി, മുതല, അതിന്റെ വെള്ളത്തിൽ മുതല, മാന് അല്ലേ, ഇഷ്ടം പോലെ മരങ്ങളായിക്കോട്ടെ, സ്രബ്സ് മുതൽ ട്രീസ് വരെ ഉണ്ട് ഗ്രാസ് ലാൻഡിൽ. പക്ഷെ ഒരു ഫോറസ്റ്റ് ആകുമ്പോൾ എന്തുള്ളൂ, സ്രബ്സ് ഉണ്ടോ, കുറവാ. അവിടെ ട്രീസ് ആയിരിക്കും മെയിൻ അല്ലേ.
അവിടെ എന്തില്ല, പ്രൊഡക്ടിവിറ്റി ഭയങ്കര കുറവായിരിക്കും. എന്തിൽ, ഈ ഫോറസ്റ്റുകളിലും ഓഷ്യൻസിലും ഒക്കെ. ഓഷ്യൻസിന് അടിയിലുണ്ട്, പക്ഷേ അവിടെ എന്ത് വേണം, നമ്മുടെ കോറൽ റീഫ് ഉണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടും ഓഷ്യൻസിലൊക്കെ. പക്ഷെ അതിനെക്കാട്ടും പ്രൊഡക്ടിവിറ്റി മാംഗ്രൂവ്സ്. കാരണം പ്രൊഡക്ഷൻ ബൈ ഏരിയ നോക്കുമ്പോൾ എക്കോട്ടോണുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി. അങ്ങനത്തെ ഒരു എക്കോട്ടോൺ ആണ് മാംഗ്രൂവ്. അപ്പോൾ അതുകൊണ്ട് മാംഗ്രൂവ് പ്രിസർവ് ചെയ്യേണ്ടത് എന്താ, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം സുന്ദർബൻസ് ഉള്ള വെസ്റ്റ് ബംഗാളിൽ ഏകദേശം 10 ഹെക്ടർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, മിഷ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. 42% കൺട്രിയിൽ മാംഗ്രൂവ് എവിടെയാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ഇനി മിഷ്ടിയുടെ ഫുൾ ഫോം ഉണ്ട്, മാംഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. ഓക്കെ, എന്ത് ചെയ്യുക, പ്രിസർവ് ചെയ്യുക, എന്നിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇൻകം കൂട്ടുക. അതാണ് മെയിൻലി ഉള്ള ഉദ്ദേശം. ഓക്കെ, ഇനിഷ്യേറ്റീവ് എയിംഡ് അറ്റ് ഇൻക്രീസിംഗ് ദ മാംഗ്രൂവ് കർവ് എലോങ് ദ കോസ്റ്റൽ ആൻഡ് സോൾട്ട് പാൻ ലാൻഡ്സ്. അപ്പം മാംഗ്രൂവ്സ് മെയിൻലി എവിടെ ആയിരിക്കും, അക്കോർഡിംഗ് ഷോർ ലൈൻ ആയിരിക്കും. ഇപ്പം എന്തായിരുന്നു, കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഒഡീഷയിലുണ്ട്, ബിദർകനികയുണ്ട്, പിന്നെന്താ സുന്ദർബൻ ഉണ്ട്, റാൻ ഓഫ് കച്ച്, ഗൾഫ് ഓഫ് കാമ്പട്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇനി ഈ മിഷ്ടി സ്കീം വരുന്ന ഏത് മിനിസ്ട്രി അണ്ടറില, MOEFCC, അതായത് മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ്, എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോഴത്തെ ഞാൻ എല്ലാ ലൈവിലും പറയുന്ന ഭൂപേന്ദ്ര യാദവ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇപ്പൊ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ഗ്ലോബൽ ചലഞ്ചാണ് ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ. ടെററിസം ഒക്കെ നമുക്ക് പിന്നെ നിയന്ത്രിക്കാം, അവന്മാരായിട്ടൊന്ന് പേടിപ്പിച്ചാൽ മതി, ഒരു 1-2 വർഷത്തേക്ക് അടങ്ങും. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനല്ല, നല്ല സീന. വിചാരിക്കുന്ന പോലല്ല, വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച്. ട്രംപ് ഇങ്ങനെ എന്താണ് കണകുണയൊക്കെ പറയും, പക്ഷേ അതല്ല ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആഘാതം കേട്ടോ, വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ലൈവുകളിലും എൻ്റെ എന്തുണ്ട്, ഒരു മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു സ്കീമെങ്കിലും കാണും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടല്ല, പത്രത്തിൽ അത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മിഷ്ടി സ്കീം എന്തിനുള്ളതാ, മാംഗ്രൂവ്സിനുള്ളതാ. ശ്രദ്ധിക്കുക, ഇത് ഓൾ ഇന്ത്യ എന്തായിരുന്നു, പാൻ ഇന്ത്യൻ സ്കീമാണ്. ഗുജറാത്തിന് മാത്രമുള്ളതല്ല. ഗുജറാത്തിൽ വെച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. ആദ്യത്തെ സംസ്ഥാനം ഗുജറാത്താണ്, പക്ഷെ ഗുജറാത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ കൺട്രി സ്റ്റേറ്റിനും ഉണ്ട്. ഇതെവിടാണ്, ഷോർ ലൈനിലെ മാംഗ്രൂവ്സിനെ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന സ്കീമാണ് മിഷ്ടി സ്കീം. ഇപ്പം എന്താണ് വാർത്ത വരാൻ കാരണം എന്താണ്, വെസ്റ്റ് ബംഗാളിൽ വെറും 10 ഹെക്ടർ മാത്രമേ എന്തായിട്ടുള്ളൂ മിഷ്ടിയുടെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ ഗുജറാത്ത് ഏകദേശം 19,220 എന്ത് ചെയ്തിട്ടുണ്ട്, ഗുജറാത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഗുജറാത്ത് ഭയങ്കര എഫക്റ്റീവായിട്ട് പോകുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ന് കൺസേൺ അറിയിക്കാൻ കാരണം എന്താണ്, 42% എന്താണ് മാംഗ്രൂവ് ഫോറസ്റ്റ് എവിടെയാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ഇനി മിഷ്ടിയുടെ ഫുൾ ഫോം മാംഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. അത് ഓർത്തിരിക്കുക. ഇനി ഇതെന്താണ്, ഷോർ ലൈനിലുള്ള മാംഗ്രൂവിന്റെ കവർ കൂട്ടുക. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എന്താണ് മാംഗ്രൂവ്സ് ഏതാന്ന് ചോദിച്ചാൽ സുന്ദർബൻസ് ആണ്. പിന്നെ ഇന്ത്യയിൽ രണ്ടാമത്തെ ഏതാന്ന് ചോദിച്ചാൽ ബിദർകനിക കേട്ടോ, അത് ഓർത്തിരിക്കുക കേട്ടോ. ബിദർകനിക ഒഡീഷ, നമ്മുടെ സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ അവിടെ കേട്ടോ, ബിദർകനികയല്ല, സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. അപ്പൊ ഇതാണ് നമ്മുടെ മിഷ്ടി സ്കീം. ഓക്കെ ആണല്ലോ. GSAT 7R ഇന്നലെ നമ്മുടെ ISR എന്ത് ചെയ്തിട്ടുണ്ട്, GSAT 7R എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയുള്ളതെന്ന് ചോദിച്ചാൽ മിലിറ്ററി കേപ്പബിലിറ്റി എന്തായിരുന്നു, ഇന്ത്യയുടെ ഡിഫൻസിന് വേണ്ടിയുള്ള ഒരു എന്താണ് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ കൂട്ടാനുള്ള ഒരു സാറ്റലൈറ്റ് ആണ് എന്ത്, GSAT 7R. ലോഞ്ച് ചെയ്ത ആരാ, ISRO. എവിടുന്ന, സ്ഥിരം സ്ഥലം ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ഒരു ഐലൻഡ് സ്ഥലമാണെന്ത്, ശ്രീഹരിക്കോട്ട. ISRO എന്നാണ് ലോഞ്ച് ചെയ്യുന്നേക്കുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് CMS-03. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് 03, അതാണ് ഇതിന്റെ ഫുൾ ഫോം. CMS-3 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എന്താണ്, മിലിറ്ററിക്ക് വേണ്ടി, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉള്ളതാണ്. എന്താ, ISRO ആണ് ഡെവലപ്പ് ചെയ്തേക്ക്. ഇത്രയും പഠിക്കുക. ഇനി പഠിക്കേണ്ടതാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 2 തരം സാറ്റലൈറ്റ് ആണ് ഉള്ളത്. ഒന്ന് ലോ എർത്ത് ഓർബിറ്റ്, 2 ഹൈ എർത്ത് ഓർബിറ്റ്. ഇതെന്താണ്, ഇന്ത്യക്ക് അടുത്ത് ഏകദേശം 1600 സംതിങ് ഒക്കെ ഉള്ളു ലോ എർത്ത് ഓർബിറ്റിന്റെ നമ്മുടെ ഓർബിറ്റിന്റെ. ഇത് എർത്ത്, ഇതിന് ചുറ്റും സാറ്റലൈറ്റ്. ഇത് ഏകദേശം കുറച്ച് ലെങ്തേ ഉള്ളു. ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 36,000 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും കേട്ടോ, ഭയങ്കര ദൂരമായത് കേട്ടോ. അപ്പൊ ഇത് എർത്ത് ആണെങ്കിൽ ഇതിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ് എന്തായിരിക്കും, 36 കിലോമീറ്റർ അപ്പുറമായിരിക്കും. ഓക്കെ, ഇനി PSLV ഉണ്ടല്ലോ, നമ്മുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. PSLV ലോഞ്ച് ചെയ്യുന്ന മിക്ക സാറ്റലൈറ്റുകളും എന്തായിരിക്കും, ലോ എർത്ത് ഓർബിറ്റ് ആയിരിക്കും. GSLV ലോഞ്ച് ചെയ്യുന്ന മിക്ക സാറ്റലൈറ്റുകളും എന്തായിരിക്കും, ഹൈ എർത്ത് ഓർബിറ്റ് ആയിരിക്കും. അപ്പോൾ ജിയോ സിങ്ക്രണൈസ്ഡ് ലോഞ്ചിങ് വെഹിക്കിൾ, അതാണ് GSLV, ജിയോ സിങ്ക്രണൈസ്ഡ് ലോഞ്ചിങ് വെഹിക്കിൾ. അപ്പൊ അതെന്തായിരിക്കും, മിക്കതും ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ്. അപ്പൊ അതെന്തായിരിക്കും, ഹൈ എർത്ത് ഓർബിറ്റ് ആയിരിക്കും.
PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അതെന്തായിരിക്കും? ലോ എർത്ത് ഓർബിറ്റുകളായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പൊ ലോഞ്ച് ചെയ്ത GSAT എന്താ? ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് 7R എന്ന് പറയുന്ന സാധനം എന്താണ്? അപ്പൊ ഒരു ഹൈ എർത്ത് ഓർബിറ്റാ. ഓക്കെ, കാരണം എന്താ? ലോഞ്ച് ചെയ്ത ജിയോ സിങ്ക്രണൈസ്ഡാ. ഇനി ജിയോ സിങ്ക്രണൈസ്ഡ് എന്താണ്? ഇത് എർത്ത് ആണെങ്കിൽ ഇതിന്റെ പൊസിഷൻ, ഈ സാറ്റലൈറ്റിന്റെ ഡ്യൂട്ടി എന്താ? ISRO മൂൺ എന്താണ്? നാച്ചുറൽ സാറ്റലൈറ്റിന്റെ ലൂണർ, അതായത് മൂൺ എന്താണ്? നാച്ചുറൽ ആണ്. പക്ഷെ നമ്മൾ വിടുന്ന സാറ്റലൈറ്റിന്റെ ഡ്യൂട്ടി എന്താ? എന്തൊരു ഉദ്ദേശം കാണും? ഇനി ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റിന്റെ മെയിൻ ഉദ്ദേശം ഒരു സ്പെസിഫിക് പോയിന്റ് ആണ് എർത്തിൽ ഒബ്സർവ് ചെയ്യാനുള്ളത്. അതായത് ഒരു സ്പെസിഫിക് പോയിന്റ് ആണ് എന്താണ് എർത്തിൽ മാത്രം ഒബ്സർവ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഡ്യൂട്ടി എങ്കിൽ അത് എന്ത് സാറ്റലൈറ്റാ? ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റാ. അപ്പം എന്താണ്? ഈ ഭൂമിയുടെ ഈ ഒരു പോയിന്റ് കറങ്ങുന്നതിനോടൊപ്പം ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റും കറങ്ങും. അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വേറെയാണ്, അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട രണ്ടും. അപ്പം ഇതിന്റെ എന്താണ്? ഏകദേശം സെയിം എന്താണ് സമയത്തായിരിക്കും എന്ത് തീർക്കുന്നത്? റെവല്യൂഷൻ തീർക്കുന്നത്. കാരണം ഈ പോയിന്റ് ആയിരിക്കും ഇവിടെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത്, ഇതായിരിക്കും അതിന്റെ ഒബ്സർവേഷൻ പോയിന്റ് എർത്തിലെ. അപ്പം ഈ പോയിന്റ് എങ്ങനെ കറങ്ങുന്നു അപ്പൊ തന്നെ എന്ത് കറങ്ങുക? ഈ ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റും കറങ്ങണം. ഇത് ഇവിടെ എത്തിയാൽ, ഈ പോയിന്റ് കറങ്ങി ഇവിടെ എത്തിയാൽ ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റ് ഇവിടെ എത്തണം, ഇവിടെ എത്തിയാൽ ഇവിടെ എത്തണം. അപ്പം ഒരു സെയിം പോയിന്റ് ആണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, ഒബ്സർവ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഏത് സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്? ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ്, ഹൈ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്, ലോഞ്ചിങ് വെഹിക്കിൾ GSLV. നമ്മുടെ എന്താ കമ്മ്യൂണിക്കേഷൻ, ഇപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു പോയിന്റിലേക്കല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ പ്രധാനപ്പെട്ടതും എന്താണ്? ഈ GSLV ആണ്. ഇനി PSLV ഞാൻ പറഞ്ഞ ലോ എർത്ത് ഓർബിറ്റ്, ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന സാറ്റലൈറ്റ്. ഇപ്പൊ ഇന്ത്യയുടെ അടുത്ത് കിടക്കുവാണെങ്കിൽ എന്താ? അടുത്ത് കിടക്കുന്ന ഇമേജ് നല്ലോണം വേണം. റിമോട്ട് സെൻസിങ്, പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ഇതൊക്കെ എന്താ? നമ്മുടെ ലോ എർത്ത് ഓർബിറ്റ്. പിന്നെ വെതറിന് എന്ത് ഉപയോഗിക്കും? രണ്ടും ഉപയോഗിക്കും വെതറിന്. അത് നിങ്ങൾ എന്താണ് പഠിക്കുമായിരിക്കും. ഹൈ എർത്ത് ഓർബിറ്റിന് മെയിൻലി കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെന്താ? നമ്മുടെ GPS ഉണ്ടല്ലോ, GPS എന്താ? ഹൈ എർത്ത് ഓർബിറ്റാ കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു മിലിറ്ററി, പിന്നെന്താ ഇപ്പം മിലിറ്ററി ആപ്ലിക്കേഷൻ. ഇപ്പൊ ഇന്ത്യയുടെ മിലിറ്ററി ആപ്ലിക്കേഷൻ അവിടെ ഒരു പോയിന്റിലായിരിക്കണം. ഒരു പോയിന്റ് നമുക്ക് ശ്രദ്ധിക്കണം, അതിനുള്ള സാറ്റലൈറ്റ് ആണ് GSAT. അതും എന്താ? നമ്മുടെ ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് GSAT. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ISS, പിന്നെന്താ റിമോട്ട് സെൻസിങ്, പിന്നെന്താ റെസൊല്യൂഷൻ ഇമേജസ്. നമുക്കൊരു പക്ക ഒരു ഇമേജ് ആക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തല്ലേ നല്ലത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ലോജിക്ക് ഉപയോഗിച്ച് അടിക്കുക കേട്ടോ. അപ്പൊ അടുത്തുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് ആയിരിക്കും, PSLV ആയിരിക്കും ലോഞ്ചിങ് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ആയിരിക്കും. അടുത്താണ് ഓർബിറ്റ്. ഓക്കെ, ഇതിന് ദൂരം ഒന്ന് ഓർത്താക്കാൻ ഞാൻ ഓർക്കുന്നില്ല. ലോ എർത്ത് ഓർബിറ്റിന്റെ റേഞ്ച് എത്രയാണ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത എന്താ, ആ ന്യൂസ് കണ്ടുകൊണ്ട് ഞാനൊന്ന് ഡീറ്റെയിൽ പറയാമെന്ന് വെച്ചതാണ്. അതേപോലെ ഹൈ എർത്ത് ഓർബിറ്റ്, ലോഞ്ചിങ് വെഹിക്കിൾ GSLV, ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ്, കമ്മ്യൂണിക്കേഷൻ GPS, മിലിറ്ററി. അപ്പം ഒരു പോയിന്റിൽ തന്നെ ഒബ്സർവ് ചെയ്യാനാണ് ജിയോ സിങ്ക്രണൈസ്ഡ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി. ഇനി കൂടുതൽ നമുക്ക് എന്താ റൊട്ടേറ്റ് ചെയ്യിക്കും, കൂടുതൽ റൊട്ടേഷൻ ഉണ്ട്. ഈ PSLV എന്ന് പറയുന്നത് എന്താ? നല്ലോണം റൊട്ടേറ്റ് ചെയ്യിക്കും, അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യും എർത്തിനെ. അപ്പോൾ റിമോട്ട് സെൻസിങ്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, റെസൊല്യൂഷൻ ഇമേജിംഗ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ? PSLV, മിലിറ്ററി GPS, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ? ഹൈ എർത്ത് ഓർബിറ്റ്. ഓക്കെ, ഇത്രയാണ് ഒരു വേഗ ഐഡിയ തന്നിട്ടുണ്ട്. ഇനി ഇതെന്താണ്? റെക്കോർഡിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് സ്പീഡ് കുറച്ച്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പോസ് അടിച്ച് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, കാരണം ഇത് നമ്മുടെ എന്താണ് എൻവയോൺമെന്റോ എന്താ ജിയോഗ്രഫി ക്ലാസ് അല്ല, കറണ്ട് അഫയേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇത്രയൊന്നും പറഞ്ഞത്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ GSAT എന്തിനു വേണ്ടിയാ? മിലിറ്ററി കമ്മ്യൂണിക്കേഷന്. ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് എന്താ? ലോഞ്ച് വെഹിക്കിൾ 3 ലോഞ്ച് ചെയ്തത് ISRO എവിടെ നിന്നാ? ശ്രീഹരിക്കോട്ടയിൽ മിലിറ്ററി കമ്മ്യൂണിക്കേഷന് വേണ്ടി. ഇത്രയും മതി. പ്രൊവൈഡ് റിലയബിൾ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ഫോർ നേവൽ ഓപ്പറേഷൻ, എയർ ഡിഫൻസ് സ്ട്രാറ്റജിക് കമാൻഡ്. ഇതൊക്കെ എങ്ങനെ തട്ടി കിട്ടണം? എന്ത് സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ എന്താ അടിച്ച് ടിക്കിടുക, അടിച്ച് കയറി വാ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് ടിക്കിട്ടണം. നല്ല കാര്യമല്ലേ? പുതിയൊരു സാറ്റലൈറ്റ് ഉണ്ടാക്കി നല്ലോണം ഉപകാരപ്പെടും. ആയിക്കോട്ടെ, ടിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ന്യൂസിലേക്ക് പോവാം. IIP വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ബാങ്ക് എന്നോ SSC എന്നോ ഒന്നുമില്ല, അങ്ങ് പഠിക്കുക. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ കമ്പനീസുകളുടെ ഒരു ലിസ്റ്റ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് എത്ര ഗ്രോത്ത് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്താണ്? മാനുഫാക്ചറിങ് സെക്ടറിനും അല്ലെങ്കിൽ പ്രൊഡക്ഷനും എന്ത് ചെയ്യുക? മാക്സിമം
നമ്മൾ എന്ത് കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, വളർച്ച എത്ര ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് എന്ത് IIPയുടെ ഉദ്ദേശം. ഓക്കെ, പേര് തന്നെ ഉണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ ഇൻഡെക്സ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇന്ത്യയിലെ മിക്ക ഇൻഡെക്സുകളും ഇറക്കുന്നത് ആരാ? അതിനുവേണ്ടി തന്നെ ഒരു മിനിസ്ട്രിയാണ് MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, NSO. IIP ഇറക്കുന്ന ആരാ? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ആയിരുന്നു. നേരത്തെ CSO ആയിരുന്നു, ഇപ്പൊ അത് NSO ആക്കി. ഓക്കെ, NSSOയും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും കൂടെ എന്തായിരുന്നു മെർജ് ചെയ്താണ് NSO ആക്കിയത്. ഇനി വാർത്ത വരാൻ കാരണം സെപ്റ്റംബറിൽ ബാങ്കുകാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. എത്രയാണ് കൂടിയെന്ന് ചോദിച്ചാൽ 3.2% ആണ്. പക്ഷേ ഇത് ജൂലൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4.3%. ഇതെങ്ങനെയാന്ന് വെച്ചാൽ എന്താണ്, കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലെ പ്രൊഡക്ഷനും ഈ വർഷം സെപ്റ്റംബറിലെ പ്രൊഡക്ഷനും തമ്മിൽ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ലാസ്റ്റ് ഇയർ. ഈ വർഷം എത്ര നടന്നു നമ്മൾ പഠിക്കുമല്ലോ. B കാട്ടി 3:2 ആണെങ്കിൽ A എത്ര കൂടുതലാണ് വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറഞ്ഞാൽ എത്ര കൂടുതൽ, 1 യൂണിറ്റ്. 1 വിത്ത് റെസ്പെക്ട് ടു B ആകുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്താ 1/2. അതേപോലെ പ്രസന്റ് ഇയർ എന്താണ് 5 പ്രൊഡക്ഷനും ലാസ്റ്റ് ഇയർ 4 പ്രൊഡക്ഷനും ആണെങ്കിൽ ഈ പെർസെന്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എത്ര ഡിഫറൻസ് കൂടുതൽ, എത്ര പ്രസന്റ് ഇയറിൽ 1 എത്ര വിത്ത് റെസ്പെക്ട് ടു ലാസ്റ്റ് ഇയർ 4. ഇങ്ങനെയാണ് എന്ത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഇതെടുത്തോ, GDP. കഴിഞ്ഞ വർഷത്തെ GDP 5, ഈ വർഷത്തെ GDP 4. എത്ര ഗ്രോത്ത് വന്നു, പെർസെന്റേജ് ചേഞ്ച് ബൈ ലാസ്റ്റ് ഇയർ. ഇതാണ് GDP. ഇത് തന്നെയാണ് എന്ത് IIP. ഇത് തന്നെയാണ് എന്ത് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇത് തന്നെ സംഭവം വിത്ത് റെസ്പെക്ട് ടു ലാസ്റ്റ് ഇയർ. അല്ലെങ്കിൽ CPI എനിക്ക് തോന്നുന്നു വിത്ത് റെസ്പെക്ട് ടു ലാസ്റ്റ് മന്തോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ലാസ്റ്റ് എന്തോ സംഭവം, വിത്ത് റെസ്പെക്ട് ടു ദിസ് എന്തോ സംഭവം. ബൈ ചേഞ്ച് എടുക്കുക, ഡിനോമിനേറ്ററിൽ എന്താ വിത്ത് റെസ്പെക്ട് ടു ലാസ്റ്റ്, മന്തെങ്കിൽ മന്ത്, ഇയർലെങ്കിൽ. ഇതാണ് മിക്ക എന്തും MOSPIയുടെ കാൽക്കുലേഷൻ കേട്ടോ. ഓക്കെ, RBI ഇറക്കുന്നത് ഇങ്ങനെ തന്നെ കേട്ടോ. ഇതൊന്ന് എക്സ്ട്രാ ഒന്ന് പറഞ്ഞതാണേ, മനസ്സിലാകാൻ വേണ്ടി എന്താണ് ഈ പെർസെന്റേജ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു ലാസ്റ്റ് ഇയർ ഈ വർഷത്തെ പെർസെന്റേജ് ചേഞ്ച് എത്ര, ഇനി നെഗറ്റീവ് ആണെങ്കിൽ -1/2 കേട്ടോ. ഓക്കെ, അപ്പം 4.3 ആയിരുന്നു എന്ത് ജൂലൈയിൽ, അതെന്തായി 3.2. കഴിഞ്ഞ സെപ്റ്റംബറിനെ അപേക്ഷിച്ച് ഈ സെപ്റ്റംബർ 3.2% ഉള്ളു. കഴിഞ്ഞ ജൂലൈ അപേക്ഷിച്ച് ഈ ജൂലൈയിൽ 4.3 ഉണ്ടായിരുന്നു ഈ പ്രൊഡക്ഷന്റെ ഇൻക്രീസ്. ഓക്കെ, ഇനി എന്താണ് IIP ഇറക്കുന്നത് ആരാന്ന് പറഞ്ഞു, ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി IIPയുടെ വെയിറ്റേജ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. മാനുഫാക്ചറിംഗ് സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, 77.6%. ഏറ്റവും കൂടുതൽ എന്തിനാ, മാനുഫാക്ചറിന്. ഇനി മൈനിങ്ങിനുണ്ട് 14%, ഇലക്ട്രിസിറ്റിക്കുണ്ട് 7.99%. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ സെക്ടർ വൈസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. മാനുഫാക്ചറിംഗ് സെക്ടറിനാണ് 77%, മൈനിങ്ങിനാണെങ്കിൽ 14%, ഇലക്ട്രിസിറ്റി ആണെങ്കിൽ 7.9%. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി IIP എന്താന്ന് ചോദിച്ചാൽ കീ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ടു മെഷർ ദ ഷോർട്ട് ടൈം ചേഞ്ചസ് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇതാണ് എന്ത് IIP. അതൊന്നും പഠിക്കേണ്ട. IIP ആരിറക്കുന്നു, ഏത് മിനിസ്ട്രി ഇറക്കുന്നു എന്ന് തന്നെ പഠിക്കുക. സെക്ടർ വൈസ് വളരെ ഇമ്പോർട്ടന്റ്. RRB ഒക്കെ സ്ഥിരം നമ്മുടെ ബാങ്കിന് സ്ഥിരം ചോദ്യം ഇത് കേട്ടോ. മൈനിങ് 77%, മാനുഫാക്ചറിംഗ് 77%, മൈനിങ് 14%, ഇലക്ട്രിസിറ്റി 7.9%. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ഐറ്റം എന്തിനാ, മാനുഫാക്ചറിംഗ് തന്നെ 809. വെയിറ്റ് അനുസരിച്ച് തന്നെ ഐറ്റംസിന് എണ്ണവും കൂടുന്നുണ്ട്. 29 ഐറ്റം എന്തായിരുന്നു മൈനിങ്, 809 ഐറ്റംസ് ഇൻ മാനുഫാക്ചറിംഗ് ആൻഡ് 1 ഐറ്റം ഉള്ളി ഇൻ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി എന്താ ഒരു ഐറ്റം അല്ലേ ഉള്ളൂ, അത് തന്നെ. ഇനി നിങ്ങൾ പഠിച്ചു കാണും, നിങ്ങൾ വേറൊരെണ്ണം കേട്ട് കാണും, എന്ത് 8 കോർ ഇൻഡസ്ട്രീസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. 8 കോർ ഇൻഡസ്ട്രീസ് ഇതെന്ന് വെച്ചാൽ IIPയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന 8 കോർ ഇൻഡസ്ട്രീസ് ഏത്. ഇത് സെക്ടർ അല്ല, 8 കോർ ഇൻഡസ്ട്രീസ് സെക്ടർ എന്നും പറയുമെങ്കിലും 8 കോർ ഇൻഡസ്ട്രീസ് ആണ് പക്ക. പത്രത്തിലൊക്കെ 8 കോർ സെക്ടേഴ്സ് എന്നും ഉണ്ട്, 8 കോർ ഇൻഡസ്ട്രീസ് എന്നും ഉണ്ട്. പക്ഷേ IIPയിൽ ഏറ്റവും കൂടുതൽ വരുന്ന സെക്ടർ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ്. IIPയിൽ എന്തുണ്ട്, മാനുഫാക്ചറിങ് എല്ലാം ഉണ്ട്, മാനുഫാക്ചറിംഗ് സെക്ടർ എല്ലാം ഉണ്ട്, എന്തായിരുന്നു മൈനിങ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, എല്ലാ സെക്ടേഴ്സും ഉണ്ട്, എല്ലാ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സും ഇതിലുണ്ട്. എന്താണ് നമ്മുടെ IIPയിലുണ്ട്. അതിലെ ടോപ്പ് 8 വെയിറ്റേജ് ഏതിനൊക്കെയാന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് റിഫൈനറി, ഇമ്പോർട്ടന്റ് ആണ് ഈ ഓർഡർ. റിഫൈനറി, സെക്കൻഡ് ഇലക്ട്രിസിറ്റി, പിന്നെ സ്റ്റീൽ, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമെന്റ്, ഫെർട്ടിലൈസർ. ഈ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യും. ക്രൂഡ് ഓയിൽ ഇല്ല ഇന്ത്യയിൽ കേട്ടോ. നമ്മൾ ദുബായിൽ നിന്ന്, ഇപ്പൊ റഷ്യ, നമ്മൾ എന്താ 25% ടാക്സും 25% എക്സ്ട്രാ ടാക്സും ട്രംപ് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്, ക്രൂഡ് ഓയിൽ
റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാ. അപ്പൊ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് ക്ഷാമമുണ്ട്, പക്ഷേ റിഫൈനറി പ്രൊഡക്ട്സ്, ആ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് നമ്മൾ എന്താ എക്സ്പോർട്ട് ആക്കുക, അത് മനസ്സിലാക്കുക. നമ്മൾ ക്രൂഡ് ഓയിൽ പെട്രോളൊക്കെ ആക്കുന്നതിന് മുന്നുള്ള റോ മെറ്റീരിയൽ ക്രൂഡ് ഓയിലായിട്ട് വരുമ്പോൾ അതിനെ പെട്രോൾ, ഡീസൽ കെറോസിനൊക്കെ ആക്കി മാറ്റി നമ്മൾ പിന്നെ എക്സ്പോർട്ട് ചെയ്യും കേട്ടോ. അത് നമ്മൾ എന്താണ്, നമുക്ക് കൺസ്യൂമറിനെക്കാട്ടും കൂടുതൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും. റിഫൈനറി പ്രൊഡക്ട്സിന്റെ കാര്യത്തിൽ നമുക്ക് എന്താണ് ലാഭമാണ്, എക്സ്പോർട്ടിംഗ് ആണ് കൂടുതൽ, ഇമ്പോർട്ടിംഗ് ഇല്ല അവിടെ. നിങ്ങളൊന്ന് ആലോചിച്ചേ, അദാനി ഉണ്ട്, ഇപ്പൊ നമ്മൾ ചുമ്മാ ഒന്ന് നോക്കിയേ, എന്തൊക്കെയോ ഡീസലും പെട്രോളും കമ്പനി ഉണ്ട് ഇപ്പം. നയാറ, പണ്ട് നമ്മുടെ എന്റെയൊക്കെ കാലത്ത്, എന്റെ കുട്ടിക്കാലത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും BPCL, HPL ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ റിലയൻസ് വന്ന്, അത് കഴിഞ്ഞ് SRO അങ്ങനെ ഒരു സാധനം വന്ന്, നയാറ വന്ന്, എന്തൊക്കെ കുറെ റിഫൈനറി കമ്പനീസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഈ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. റിഫൈനറി പ്രൊഡക്ട്സ്, അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി, സ്റ്റീല്, കോള്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, സിമെന്റ്, ഫെർട്ടിലൈസർ. ഇതാണ് 8 കോർ ഇൻഡസ്ട്രീസ്. ഇത് IIP-ലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന സെക്ടേഴ്സ് ആണ്. 40% ഏതാണ് ഈ 8 കോർ ഇൻഡസ്ട്രീസ് ആണ് കേട്ടോ. IIP-ൽ 77% മാനുഫാക്ചറിംഗ് ആണ്, അത് സെക്ടർ വൈസ് നോക്കുമ്പോൾ. പക്ഷേ ഇൻഡസ്ട്രീസ് ഏകദേശം നോക്കുമ്പോൾ റിഫൈനറി പ്രൊഡക്ട്സ്, ഇലക്ട്രിസിറ്റി, സ്റ്റീൽ, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമെന്റ്, ഫെർട്ടിലൈസർ. ഓക്കെ, ഇതാണ് 8 കോർ സെക്ടേഴ്സ്. മറ്റേത് IIP. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പം ഇനി IIP ആരാണ് ഇറക്കുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, സെപ്റ്റംബറിൽ 3.2% ആയിരുന്നു, 2025 ജൂലൈയിൽ 4.3 ആയിരുന്നു. ഇനി എന്താണ് ഗ്രീൻ മെഷർ ടു ഫോർ? ഇത് സ്റ്റേറ്റ്മെന്റ് അങ്ങ് വായിച്ചു വിടുക, നല്ലതാണ്, അടിപൊളിയാണ്. ഓക്കെ, പഠിക്കേണ്ടത് മാനുഫാക്ചറിംഗിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് 77%, മൈനിങ്ങിന് 14, ഇലക്ട്രിസിറ്റി 7. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇതിനാണ്. ഇനി 8 കോർ ഇൻഡസ്ട്രീസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിഫൈനറി, അത് 8 കോർ ഇൻഡസ്ട്രീസിൽ ഏറ്റവും കുറവ് ഫെർട്ടിലൈസർ കേട്ടോ. റിഫൈനറി, ഇലക്ട്രിസിറ്റി, സ്റ്റീൽ, കോള്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമെന്റ്, ഫെർട്ടിലൈസർ. ഇതാണ് 8 കോർ ഇൻഡസ്ട്രീസ്. IIP-ൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഇൻഡസ്ട്രീസ് ആണത്, സെക്ടേഴ്സ് ആണ്. ഇൻഡസ്ട്രീസ് ആണ് ഇത്, സെക്ടേഴ്സ് ആണത്. ഓക്കെ, ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മാനുഫാക്ചറിംഗ് സ്കീം, ECMS. കൂടുതലൊന്നും പഠിക്കേണ്ട, ECMS സ്കീം പഠിക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നു. ഏത് മിനിസ്റ്റർ അണ്ടറിൽ? അണ്ടർ MEITY. ഇത്രയും പഠിക്കുക. എന്തിനുള്ളതാണെന്നും കൂടെ ഒന്ന് പറയാം. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. ഓക്കെ, ഓക്കെ, ഇലക്ട്രോണിക്സ് കമ്പോണൻസ് മാനുഫാക്ചറിംഗ് സ്കീം, ECMS. ഇതെന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താണ് കുറെ പ്രോജക്റ്റ് ഉണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ടു ജനറേറ്റ് ഇലക്ട്രോണിക്സ് കമ്പോണൻസ്. ഓക്കെ, അതായത് ഇന്ത്യയുടെ ഇലക്ട്രോണിക് കമ്പോണൻസിനെ എന്ത് ചെയ്യുക, മാനുഫാക്ചറിങ് ചെയ്യുക, അതിന് നല്ലോണം എന്ത് ചെയ്യുക, ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് പാർട്സിന്റെ ഇമ്പോർട്ട്സ് കുറയ്ക്കുക. ഇപ്പൊ നമ്മുടെ എന്താണ് ചൈനയ്ക്ക് ഒരു സാധനം ഉണ്ടല്ലോ, ക്രിട്ടിക്കൽ മിനറൽസ്, ദാറ്റ്സ് ഇറ്റ്. ആ സംഭവം ചൈനയ്ക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ചൈനയുടെ പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, അത് കുറയ്ക്കുക. അതിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ECMS കൊണ്ട്. ഇപ്പൊ മൊബൈലിൽ ചിപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ ഒന്ന് എന്താണ് ഇന്റലിലെ എടുക്കും, അല്ലെങ്കിൽ സിസ്കോടെ എടുക്കും. ഓക്കെ, അപ്പൊ സിസ്കോടെ ആണ് മിക്കതും നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടിങ്ങാ. അപ്പൊ അതിന്റെ ഇപ്പം ഇന്ത്യയിലെ ഇപ്പം എന്താണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ എനിക്കൊന്ന് ഇന്ത്യയിലാന്ന് തോന്നുന്നു, ഇന്റർനെറ്റ് കേട്ടോ. ഇപ്പൊ ഇലക്ട്രോണിക്സ് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം എന്തിനുള്ളതാ, ഈ ഇലക്ട്രോണിക് പാർട്സിന്റെ മാനുഫാക്ചറിങ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, റെഡ്യൂസിങ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്. അപ്പൊ അതാണ് എന്ത് ECMS. ഇത് പേര് തന്നെ ഉണ്ട്, ECMS എന്ന് മാത്രം കണ്ടാൽ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കുക, ഇലക്ട്രോണിക് കമ്പോണൻസ് മാനുഫാക്ചറിംഗ് സ്കീം. ഇനി ഇതെന്താണ്, കീ ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ എന്ത് ചെയ്യുക, മാനുഫാക്ചറിംഗ് കൂട്ടുക. ഇനി ഇലക്ട്രോണിക്സ് ആണല്ലോ, മിനിസ്ട്രി ഏതായിരിക്കും, MITY, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT. ആരാണ് MITYയുടെ മന്ത്രി എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്, അശ്വിനി വൈഷ്ണവ്. റെയിൽവേയുടെ ആര് തന്നെയാണ്, അശ്വിനി വൈഷ്ണവ് ആണ്. ഇത്രയും പ്രധാനപ്പെട്ട തസ്തികകൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം അദ്ദേഹം ഒരു മുൻ IAS ഓഫീസർ ആയതുകൊണ്ട് തന്നെ കേട്ടോ. രണ്ട് ഇമ്പോർട്ടന്റ്, റെയിൽവേയും ഇലക്ട്രോണിക്സും IT. അപ്പൊ MITY ഉണ്ട്, റെയിൽവേയും ഉണ്ട്, രണ്ടും പ്രധാനപ്പെട്ടതാ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ഇപ്പൊ നിലവില് എന്താണ്
റെയിൽവേ ആയിരുന്നു, പ്രൈവറ്റൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചെയ്തു തുടങ്ങി. അപ്പൊ ഇത്രയും രണ്ടും ഇമ്പോർട്ടന്റ് ആയ മിനിസ്ട്രി അശ്വിനി വൈഷ്ണവിന് കൊടുക്കാൻ കാരണം അദ്ദേഹം ഒരു IAS ഓഫീസർ ആയതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാ മോദി ആയിക്കോട്ടെ മൻമോഹൻ സിംഗ് ആയിക്കോട്ടെ, മൻമോഹൻ സിംഗ് ഇപ്പൊ PV നരസിംഹറാവുന്റെ കാലത്ത് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ ബുദ്ധി പോയ പോക്കാണ് എന്ത് LPG റിഫോംസ് അല്ലേ. ബ്രില്യൻ്റ് ആയ ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മുടെ പീയൂഷ് ഗോയൽ എന്താ ഒരു CA ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ടിങ്ങിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാ? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് അല്ലേ. അതുകൊണ്ടാണ് പീയൂഷ് ഗോയൽ. ജയശങ്കർ എന്താ IFS അദ്ദേഹം എന്താണ് ഒരു IFS ഫോറിൻ സർവീസ് ആയതുകൊണ്ട് നമ്മുടെ UN ഫോറിൻ സെക്രട്ടറി, ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു ആര്? ജയശങ്കർ. അപ്പൊ ജയശങ്കർ എന്താ ഇപ്പോഴത്തെ എക്സ്റ്റേണൽ അഫയേഴ്സാ. അതേപോലെ എന്താണ് സൽമാൻ ഖുർഷിദ് മൻമോഹൻ സിംഗിന്റെ കാലത്തുള്ള IFS ഓഫീസർ ആയിരുന്നു അല്ലേ. അദ്ദേഹം എന്താണ് ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു സൽമാൻ ഖുർഷിദ്. അദ്ദേഹം എന്താണ് IFS കാരനാ. ഓക്കെ, അപ്പം എന്താണ് പ്രധാനപ്പെട്ട നിങ്ങൾക്ക് എന്താണ് മന്ത്രിമാര് എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷനിൽ ക്വാളിഫൈഡ് ആയിരിക്കും മിക്കതും. പിന്നെ എന്തുണ്ട് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ട്രോളെന്നൊക്കെ ഉണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ ആൾക്കാരെയും കേന്ദ്രത്തിലെ മന്ത്രിസഭയിലെ ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യും, ട്രോളുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്തുണ്ട്, ഏത് മന്ത്രിസഭ എടുത്താലും കഴിവുകൾ എന്താണ് നിങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്യണം കേട്ടോ. അശ്വിനി വൈഷ്ണവിനെ പറ്റിയോ അല്ലെങ്കിൽ സൽമാൻ ഖുർഷിദ് അല്ലെങ്കിൽ ശശി തരൂര്. അപ്പം അതൊക്കെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും. മന്ത്രിമാരെയൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പം അങ്ങനെ. ഓക്കെ, പൊളിറ്റിക്സ് ഉണ്ട് ഇല്ലെന്നല്ല, കഴിവില്ലാത്തവരെ പിടിച്ച് മന്ത്രിമാരൊക്കെ ആക്കുന്നുണ്ട്, അതുകൊണ്ട് ഇല്ലെന്നല്ല. പക്ഷെ അത്യാവശ്യം നല്ല മിനിസ്ട്രീസ് ഒക്കെ മിക്കപ്പോഴും എന്ത് ചെയ്യും, നല്ലവർക്ക് തന്നെ കൊടുക്കും കേട്ടോ. ഇവരെത്ര നല്ലവരാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, എനിക്ക് പേഴ്സണലി ഒന്നും പരിചയമില്ല. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക്സ് കമ്പോണന്റ് മാനുഫാക്ചറിങ് സ്കീം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഇലക്ട്രോണിക്സിന്റെ കീ പാർട്സ് എന്ത് ചെയ്യുക, നല്ലോണം നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടുക. ഏകദേശം 5532 കോടിയാണ് ഇപ്പൊ അനുവദിച്ചേക്കുന്നത്. എന്നിട്ട് എന്തിന്റെയാണ് പ്രൊജക്റ്റഡ് ടു ജനറേറ്റ് 36,000 കോടി സംതിങ് ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ 5000 സംതിങ് എന്ത് ചെയ്ത് ഇപ്പം എന്താണ് ഗവൺമെന്റ് എന്ത് ചെയ്ത് അലോ ചെയ്ത് അതിന്റെ ഏകദേശം 36,000 കോടി പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയാണ് 5000 കോടി കൊടുത്തത്. ഈ 5000 കോടി കൊടുക്കുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, കുറെ പാർട്സ് ഒക്കെ ഉണ്ടാക്കുക, അതിന് കുറെ മിനറൽസ് ഒക്കെ എടുക്കുക, അതിന് ഏകദേശം 36,000 കോടി അതിൽ നിന്ന് ഉണ്ടാക്കുക. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, മൈറ്റി ആണ് എന്ത് അതിന്റെ കറസ്പോണ്ടിങ് മിനിസ്ട്രി. ഇപ്പൊ കറസ്പോണ്ടിങ് മിനിസ്റ്റർ അതെന്ന് ചോദിച്ചാൽ അശ്വിനി വൈഷ്ണവ്. കീ ഇലക്ട്രോണിക് പാർട്സിന്റെ മാനുഫാക്ചറിങ് ചെയ്ത് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കുക. ഓക്കെ, ഇത്രയാണ് ECMS. ഓക്കെ, ഹരിക്കെയിൻ മെലിസ നമുക്ക് എന്ത് വന്ന് മൊന്ത വന്ന് അല്ലേ. കക്കിനാട പുതുച്ചേരിയുടെ കക്കിനാട, ആന്ധ്രയിലുള്ള കക്കിനാടയില്, ആന്ധ്രയിലെ കക്കനാടയെങ്കിലും പുതുച്ചേരിയിലാണ് അതിന്റെ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാണ് കക്കനാട. അവിടെ എന്തടിച്ച് മൊന്ത അടിച്ചെന്ന് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പം തന്നെ അടിച്ച ഹരിക്കെയിൻ ആണ് നമ്മുടെ മെലിസ. ഹരിക്കെയിൻ എവിടെ? US നമ്മുടെ ഇതിന്റെ പേരാണ് എന്ത് ഹരിക്കെയിൻ. സൈക്ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എന്താ സൈക്ലോൺ, നമ്മുടെ ഇവിടെ സൈക്ലോൺ കഴിഞ്ഞിട്ടും പറഞ്ഞാണ്. ടൈഫൂൺ ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ജപ്പാൻ, ചൈനയില്. ഹരിക്കെയിൻ ആണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ, യൂറോപ്പ്, അമേരിക്ക സൈഡില്. പിന്നെ നമ്മുടെ വില്ലി ആണ് ഓസ്ട്രേലിയയില് കേട്ടോ. ഇത്രയൊന്നും ഓർത്തിരിക്കണേ. പിന്നെ കുറച്ച് ലോക്കൽ നെയിം ഉണ്ട്, ലോക്കൽ നെയിം നമ്മൾ പഠിക്കണ്ട കേട്ടോ. ഹരിക്കെയിൻ മെലിസ ഇമ്പോർട്ടൻസ് അതല്ല, കുറെ ഹരിക്കെയിൻ അടിക്കുന്നുണ്ട്. ജമൈക്കയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹരിക്കെയിൻ മെലിസയ. സൂപ്പർ സാധനം. ജമൈക്ക കരീബിയൻ ഐലൻഡാ കേട്ടോ. ആ കരീബിയൻ ഐലൻഡില് ഹരിക്കെയിൻ കുറെ സൈക്ലോൺ അടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്, ചരിത്രത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹരിക്കെയിൻ ഏതാ? മെലിസ. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഇനി ടേണിംഗ് ടുവേർഡ്സ് ക്യൂബയുടെ സാന്റിയാഗോ പ്രൊവിൻസിലേക്ക് എവിടെ പോയിട്ടുണ്ട്, അതിന്റെ ദിശ മാറിയിട്ടുണ്ട്. അവിടെ ഇപ്പൊ നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയിന്റ് ഇതാ, ഹരിക്കെയിൻ മെലിസ കരീബിയനിലാണ് അടിച്ചത്. അവിടെ ജമൈക്ക നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ഹരിക്കെയിൻ ആണ് ഹരിക്കെയിൻ മെലിസ. ഇവിടെ ഫോം ചെയ്ത കരീബിയൻ സീലാണ് അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഒരു ഇടത് സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ പോലെ കിടക്കുന്ന ആകൃതിയിലുള്ള ഓഷ്യനാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അതിന്റെ ഈ ഭാഗത്തായിട്ട് കരീബിയൻ ഐലൻഡ് ഉണ്ട്. സൗത്ത് അമേരിക്ക, ഇവിടെ നോർത്ത് അമേരിക്ക. ഓക്കെ, സ്ട്രോങ്ങസ്റ്റ് ഹരിക്കെയിൻ എവർ റെക്കോർഡഡ് ഇൻ ജമൈക്കാസ് ഹിസ്റ്ററി. ഓക്കെ ആണ്, ജമൈക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹരിക്കെയിൻ ആണ് മെലിസ. ഓക്കെ, അപ്പൊ ഇതാണ് സൈക്ലോൺ, ഹരിക്കെയിൻ മെലിസ. പിന്നെ സൈക്ലോൺ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ പറയുന്ന പേര്. ടൈഫൂൺ ചൈന, ജപ്പാൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഹരിക്കെയിൻ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, അമേരിക്ക സൈഡില്. വില്ലി ഓസ്ട്രേലിയയിലൊക്കെ പറയുന്ന പേര്. ഓക്കെ, ഓക്കെ.
അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ന്യൂസ്. ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ലൈവ് പോകാതിരിക്കാൻ കാരണം എന്താണ്, സ്റ്റുഡിയോയ്ക്ക് കുറച്ച് നെറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം റെക്കോർഡിംഗ് ആണ്, അതുകൊണ്ടൊന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും നാൾ ഞാൻ കറണ്ട് അഫയേഴ്സ് എടുത്തതിൽ എന്താണ് നല്ലോണം റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് തുടരുക. അപ്പം കണ്ട എല്ലാവർക്കും താങ്ക് യു. കാണാം.